നല്ലവനല്ലോ, നമ്മുടെ കർത്താവ് ശ്രേഷ്ഠനും ഞാൻ അറിയുന്നു. അതെ, ഒന്ന് ശരിയും കൂടെ നമുക്ക് കയറ്റി വയ്ക്കാം. ഒന്ന് നല്ല തലയ്ക്കും സരി 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 Sarvesha
ദൂതന്മാരെ തന്മനെ പാർപ്പിക്കണം. ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കണം. പുണ്യം ചെയ്തോരോടൊന്നാക്കണം. ആതിരയിൽ സ്തോത്രം നാദ പാടിയിടട്ടിവൾ നിൻപേർക്കാൻ. പലരും സേവിക്കുന്നോരും വാഴ്ത്തിയിടും നിന്നെ എന്നും. ആർദ്രതയാൽ നാദാദേവ ദാസിക്കേണമേ പുണ്യം. നിൻമഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വരേ. വീരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു. കബറുകളിൽ നീന്തി അവരവരോട് എഴുന്നേറ്റു വേഗോന്നി സ്തുതി ചെയ്തിടുന്നു. പാടിക്കുമോ എന്റെ കമ്പാനം ചെയ്യുമോ. പാതാളത്തിൽ പോകാനായിടാ ഞാൻ ഇന്നു അവൻ ജീവിപ്പാൻ. രംഗത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാത്ത തൊണ്ടകളിൽ മഹത്വം. കള്ളന് കിട്ടിയ നിഗ്രഹം ഹൃദയത്തെ കൊണ്ടാടി വരെ ചോരം കൈക്കൊണ്ടേടേണം. പറയുമാറാകണമേ. ആമേ. സമയമാണ്. ഭവനത്തിനകത്ത് അധികം ആളുകൾ ആയിരിക്കുന്നത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വളരെ അടുത്ത ബന്ധുക്കാരിൽ മാത്രം പ്രവർത്തനത്തിനകത്തിരിക്കുകയും മറ്റുള്ളവർ പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന ചെയറുകളിൽ ഇരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ കർത്താവിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുവാനുള്ള ഭാഗ്യസ്ഥാനത്തെ നാം ഏതൊരു പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു അവസരമാണ്. എന്നാൽ നമ്മേക്കാൾ അധികം ആദ്യമായി ആ സ്ഥാനത്ത് ചെയ്യുവാൻ ഈ പ്രിയപ്പെട്ടവർ കഴിയും. ഈ ലോകത്തിൽ കൂടെ ലോകത്തിൽ നോക്കുകയും സ്നേഹിക്കേണ്ട ഒരു സ്നേഹം സ്നേഹം വാങ്ങേണ്ടവരെ സ്നേഹം വാങ്ങുകയും വളരെ ദാസത്തോടെ ഈ ജീവിതത്തിലെ ആകസ്മികമായി നമ്മിൽ നിന്ന് സ്വർഗ സന്നിധിയിലേക്ക് നാം ഏതൊരു പ്രത്യാശയോടെ കാത്തിരിക്കുന്ന മക്കളുടെ സ്ഥാനത്തേക്ക് ഈ പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടു പോയി. എന്നാൽ അതിൽ നമ്മൾക്ക്
താൽക്കാലികമായ വേദനയുണ്ടെങ്കിലും നിത്യമായ സന്തോഷത്തിലേക്കാണ്, ഈ ലോകത്തിനാർക്കും അധികമാർക്കും ലഭിക്കാത്ത സൗഭാഗ്യാവസ്ഥയിലേക്കാണ് ഈ മകൾ മാറ്റപ്പെടുന്നതായ സത്യം എന്നാൽ ദൈവം ഒരുക്കിയിട്ടുള്ളവർക്ക് മാത്രം ലഭിക്കുന്നതായ ദൈവം ആർക്ക് എപ്പോൾ നിശ്ചയിക്കുന്നുവോ അവർക്ക് മാത്രം കടന്നു കഴിയുന്നതായ ഒരു സാഹചര്യം അവിടേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോയിരിക്കുന്നത്. അവിടെ ഇന്ന് അവൾ നമ്മേക്കാൾ മുതിർന്നവളാണ്, നമ്മേക്കാൾ മുതിർന്നവളാണ് ഈ പ്രിയപ്പെട്ട നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, അപരാധന ചെയ്യുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് കഴിയുന്ന ആകസ്മികമായിരിക്കുന്ന വേർപാടുകൾ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും എങ്ങോട്ടായിരുന്നാലും അതിനെ വേദനിപ്പിക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനോ ജോലി കാര്യത്തിനായിട്ട് പോകുമ്പോഴും നമ്മൾ പ്രിയപ്പെട്ടവർ പോകുമ്പോഴും നമുക്ക് വേദനയുണ്ടാകും. എന്നാൽ ആ വേദനകളെല്ലാം ക്ഷണികമാണ് നമുക്കറിയാം. കാരണം വീണ്ടും ഒരു പുനരാഗമനം, ഒരു പുനഃസംഗമം നാം പ്രത്യാശിക്കുകയാണ്. ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നത്. ഇത് വലിയ അവാർഡ് വാങ്ങി ദൈവസന്നിധിയിലേക്ക് സന്തോഷപൂർവ്വം അരുമനാഥനെ മുഖത്തോടും മുഖം കണ്ടുകൊണ്ട് പാടി സ്തുതിക്കുവാൻ വേണ്ടി കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്, ഏറ്റവും വലിയ അവാർഡിന്, ഏറ്റവും വലിയ സ്ഥാനത്തിന് അർഹയായിരിക്കുകയാണ്. നമുക്ക് സന്തോഷത്തോടെ ആ പ്രിയപ്പെട്ടവരെ ആ സ്ഥാനം ലഭ്യമാകുന്ന സാഹചര്യത്തിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥനകൾ അവൾ പച്ചയായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയോടുകൂടി നമ്മോടൊപ്പം ആയിരിക്കുവാൻ ആ പ്രിയപ്പെട്ടവർക്ക് കഴിയും. കർത്താവിനോട് ചേർന്ന് മോശയും ഏലിയാവും കർത്താവിനെ യെരൂശലേമിൽ സംഭവിക്കുവാനിരിക്കുന്ന ആ പോരാട്ടത്തെ കുറിച്ചും ക്രൂശ് മരണത്തെ കുറിച്ചും സംവാദിക്കുമ്പോൾ പിതാവാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഈ ലോകത്തിൽ ശരീരത്തോടു കൂടിയായിരുന്നാലും ശരീരത്തിൽ മാറ്റപ്പെട്ടവരായിരുന്നാലും ലോക അന്ത്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വരെയും കണ്ടറിയുവാനും അതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരുമായി ദൈവസന്നിധിയിൽ സംവാദം ചെയ്യുവാൻ പ്രാപ്തിയുണ്ടാകുന്നു എന്നുള്ള വസ്തുത. നിന്നും കാർത്ത തന്നരുളെന്ന് മഹത്വം ശരീരം ദർശിക്കുവാനുള്ള സമയമാണ്. ശരീരം നാം ഏവരും പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു അവസരമാണ്. ഇവരെ ആരെയും കാണുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ശീമോൻ പത്രോസ് അപ്പോൾ വിട്ടുപറ്റി കർത്താവിനോട് പറയുകയാണ്, ഞങ്ങളിവിടെ 3 കുഞ്ഞുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. ദൈവസന്നിധിയിൽ ദൈവിക സാമീപ്യത്തിൽ സ്വർഗത്തിന്റെ മഹാശക്തിയിലായിരുന്നപ്പോൾ ശിമോന് മനസ്സിലായി അത് മോശയാണ്, അത് ഏലിയാവാണ്. അതെ, അതാണ് നമ്മിൽ പറഞ്ഞ് ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഓരോ ആത്മാവിന്റെയും ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഏലിയാവാണ്, അത് മോശയാണ്. പൂർവിക പിതാക്കന്മാരെ ഓരോരുത്തരും പേരെടുത്ത് പറയുവാൻ അവർക്ക് സാധിക്കുന്നു. മാത്രമല്ല, ഈ ലോകത്തിലായിരിക്കുന്ന കർത്താവിനോട് നാളുകൾക്ക് ശേഷം യെരൂശലേമിൽ സംഭവിക്കുവാനിരിക്കുന്ന പീഡകളെ കുറിച്ചും ക്രൂശുമരണത്തെ കുറിച്ചും അവർ സംസാരിക്കുകയാണ്. അതെ, നമുക്ക് ഓരോരുത്തർക്കും തൊട്ടടുത്ത നിമിഷത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന നന്മയും തിന്മയും ദൈവത്തിന് തിരിച്ചറിയുവാൻ പ്രാപ്തിയുള്ളവരായി മാറിയിരിക്കുന്നു നമ്മുടെ ഈ പ്രിയപ്പെട്ടവർ. നമുക്കുണ്ടാകുവാൻ സംഭവിക്കുവാൻ ഇടയുള്ളതായ അപകടങ്ങളെ കുറിച്ച് അകലപ്പെടുവാനും കർത്തസന്നിധിയിൽ കർത്താവെ അരുതേ എന്ന് പറയുവാനും ഇന്ന് ഈ പ്രിയപ്പെട്ടവർ ശക്തയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, വ്യാകുലപ്പെടുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ മാലാഖമാരെ നമ്മിലേക്ക് പറഞ്ഞയക്കും. ഇവിടെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുവാൻ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനകളിൽ
നാം ഈ പ്രിയപ്പെട്ടവരെ സ്മരിക്കണം, ഓർക്കണം. ഈ പ്രിയപ്പെട്ടവർ നമ്മളിൽ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ വിലാപമോ നമ്മുടെ കരച്ചിലോ അല്ല, മറിച്ച് നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടണം. വായാറിൽ പതിയിരുന്ന തടസ്സം ചെയ്യുവാൻ സാധ്യതയുള്ളതായ പൈശാചിക തിന്മയുടെ ശക്തികൾ ഈ ആത്മാവിനെ തടസ്സപ്പെടുത്തുവാൻ ഇടയാകരുത്. ശുദ്ധിമാന്മാരുടെ നീതിമാന്മാരുടെയും പ്രാർത്ഥനകൾ അതിന് ശക്തിയുള്ളതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ടവർ ദിവസത്തിലേക്ക് അനയിക്കപ്പെടുമ്പോൾ അവരുടെ പ്രാർത്ഥനകളിലും ഓർമ്മകളിലും നാം ഓരോരുത്തരും ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഇവർ സജീവയാണ്, എന്നും ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. കർത്തൃസന്നിധിയിൽ സന്തോഷിക്കട്ടെ, കർത്തൃസന്നിധിയിൽ പാട്ടുപാടട്ടെ, കർത്തൃസന്നിധിയിൽ അവർ നമുക്ക് വേണ്ടി യാചിക്കട്ടെ. അവരുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയോട് കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരട്ടെ. ഈ വേർപാടിന്റെ നിമിഷത്തിൽ ഈ ഭവനത്തോട് ചേർന്ന് കോഴിക്കോട് ഭദ്രാസനത്തോട് നിൽക്കുകയാണ്. അഭിവൃദ്ധി തിരുമേനിയോടുള്ള ബന്ധത്തിൽ കോഴിക്കോട് ഭദ്രാസനത്തിലെ ബഹുഭൂരിപക്ഷം വൈദികരും ഈ കുടുംബത്തോട് ചേർന്ന് നിന്നിട്ടുള്ളവരാണ്. പ്രത്യേകിച്ചും യുവ വൈദികരായിരിക്കുന്നവർ ഈ കുടുംബത്തിൽ വരികയും ഇവരുടെ ആദ്യത്തിൽ സ്വീകരിക്കുകയും ഈ മകളോടൊപ്പം ഇടപെടുകയും ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാം ഇപ്പോൾ യാത്രയിലാണ്, ഇവിടേക്കുള്ള യാത്രയിലാണ്. 12 മണിയാകുമ്പോഴേക്കും പ്രതീക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ ഈ കുടുംബവും അഭിവൃദ്ധി തിരുമേനിയോടൊപ്പം കോഴിക്കോട് ഭദ്രാസനത്തിന് ഏറെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ കുറവുള്ള ചെറിയ പ്രാർത്ഥനകളിൽ ഈ കുടുംബം എന്ന് സ്മരിക്കപ്പെടും. ഈ അവസരത്തിൽ കോഴിക്കോട് ഭദ്രാസനത്തിന്റെ പേരിലും ഭദ്രാസനത്തിലെ വൈദികരുടെ പേരിലും ഭദ്രാസനം മുഴുവന്റെയും പേരിലുള്ളതായ അനുശോചനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അവരുടെ ദൈവമുള്ളത് ദൈവാദിയോത്രം ചെയ്യും. അവരുടെ ദൈവമുള്ളത് കർത്താവിനെ സ്തോത്രം ചെയ്യും. അവരുടെ ദൈവമുള്ളത് ഏകനായ മഹാത്മാവിനെ പ്രവർത്തിക്കുന്നവരെ അവരുടെ ദൈവമുള്ളത് ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയത് അവരുടെ ദൈവമുള്ളത് ഭൂമിയെ വെള്ളത്തിന്മേൽ മരിച്ചവൻ അവന്റെ ദയാലുള്ളത് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയത് അവന്റെ ദയാലുള്ളത് പകൽ വാഴുവാൻ തോന്നി അവന്റെ ദയാലുള്ളത് രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവൻ അവന്റെ ദയാലുള്ളത് പ്രേമിനെ കടലോടെ സംഹരിച്ചവൻ അവന്റെ ദയാലുള്ളത് അവരുടെ ഇടയിൽ നിന്ന് മുസ്ലിമിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയാലുള്ളത് ജലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭൂമി കൊണ്ടും തന്നെ അവന്റെ ദയാലുള്ളത് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചവന് അവന്റെ ദയാലുള്ളത് അതിന്റെ നടുവിൽ കൂടി മുസ്ലിമിനെ കടത്തിയവൻ അവന്റെ ദയാലുള്ളത് ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവൻ അവന്റെ ദയാലുള്ളത് തന്റെ ജനത്തെ മരുഭൂമി കൂടി നടത്തിയവൻ അവന്റെ ദയാലുള്ളത് മഹാരാജാക്കന്മാരെ സംഹരിച്ചവൻ അവന്റെ ദയാലുള്ളത് ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവൻ അവന്റെ ദയാലുള്ളത് അമോര്യരുടെ രാജാവായ സിഹോനെ അവന്റെ ദയാലുള്ളത് ഭാഷാ രാജാവായ ഓഗിനെയും അവന്റെ ദയാലുള്ളത് അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു അവന്റെ ദയാലുള്ളത് അവകാശമായി അവന്റെ ദയാലുള്ളത് നമ്മുടെ താഴ്ചയിൽ നദിയോസവൻ അവന്റെ ദയാലുള്ളത് നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവൻ അവന്റെ ദയാലുള്ളത് സകല ജഡത്തിലും ആഹാരം കൊടുത്തതായി അവന്റെ ദയാലുള്ളത് സർവസ്വനായ ദൈവത്തിന് സ്തോത്രം ചെയ്യും അവന്റെ ദയാലുള്ളത് ഭാവേ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു സിയോനെയോർത്തപ്പോൾ ഞങ്ങൾ കഴിഞ്ഞു അതിന്റെ നടുവിലെ അടരിയ വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളുടെ ബന്ധരാക്കി കൊണ്ടുപോയവർ
സിയോൻ ഗീതങ്ങളിൽ ഒന്നോ ചൊല്ലുവിൻ എന്ന് പറഞ്ഞു. ഗീതങ്ങളെ ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ? യെരൂശലേമേ, നിന്നെ ഞങ്ങൾ മറന്നുപോയെങ്കിൽ എന്റെ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ യെരൂശലേമിനെ നിന്റെ മുഖ്യ സന്തോഷത്തേക്കാൾ ഞാൻ ഇല്ലാതെ പോയാൽ എന്റെ നാവിനോട് പൊട്ടിപ്പോകട്ടെ. ഇടിച്ചുകളവി, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചുകളവി എന്നിങ്ങനെ പറഞ്ഞാൽ ഈ ഭൂമിക്കായി നാശമെടുത്തിരിക്കുന്ന ബാബേപുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. നിന്റെ ദൈവം വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതിയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മുഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരവരുളി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലുള്ള രാജാക്കന്മാരെയും നിന്റെ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതേ അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു. യെരൂബിയെയോ അവൻ ദൂരത്തിൽ നിന്ന് അറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്നെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തിൽ നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനുമറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടിച്ചു. നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാക്കുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാത്തവണ്ണം ഉന്നതമായിരിക്കുന്നു. നീന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൽ എന്നെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്? ഞാൻ വൃക്ഷത്തിന് ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈയിനെ നടത്തും. നിന്റെ വലം കൈയിനെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ. വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇരുട്ട് പോലെ നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ നിന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ വെടിഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതിന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികോളം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പീഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിലൊന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, എന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ. അവയുടെ ആകെ തുകയും എത്ര വലിയത്. അവയെ ഞാൻ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ട് പോകുകയും അവർ ദ്രോഹമായി നിന്നെ കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ ഭവിക്കുന്നവരെ ഞാൻ ഭവിക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദോഷത്തോടെ
ശത്രുക്കളായിരുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ബാധിക്കുമോ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ ദാതൻ ചെയ്തയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. ജീവനത്തിൻ വമ്പു വേണ്ട,
കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഉള്ളിലെനിക്കെന്തോ സുഖം തേജസ്സേറും കെരൂബുകൾ. ഉള്ളിലെനിക്കെന്തോ സുഖം തേജസ്സേറും കെരൂബുകൾ. കൂടാരത്തിനകത്തുണ്ട് ശൈഖനയുമുണ്ടാവിടെ. കൂടാരത്തിനകത്തുണ്ട് ശൈഖനയുമുണ്ടാവിടെ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഭക്തന്മാരാം വിളക്കുപോൽ കൂടെയുണ്ട്. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, യേശുവിനപ്പമുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, യേശുവിനപ്പമുണ്ട്. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമാവനത്രേ എന്നും എന്റെ രക്ഷയവൻ. യാഗപീഠമാവനത്രേ എന്നും
ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയുമുണ്ട് സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയുമുണ്ട് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ലോകത്തെ ഞാനോർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല ലോകത്തെ ഞാനോർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിന്റെ പാനപാത്രം സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായിരുന്നു. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ച് ശാശ്വതമായും ജയമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവരുടെ രാവിലെ പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തളിച്ചു വളരുന്നു. വൈകുന്നേരം അത് അരിഞ്ഞുമാടി പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 80 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാണ് ഞങ്ങൾ. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. പോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ.
അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലിൽ കൊണ്ട് അവൻ നിന്നെ മറിക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പാലുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവയെ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസനമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചോടും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമാവിനെയും നീ ലഭിച്ചണയും. അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാണ്, ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്തുതിക്കും. ഈ ഭവനത്തിനകത്ത് നിൽക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇരിക്കുവാനായിട്ട് പുറത്ത് കസേര ക്രമീകരിച്ചിട്ടുണ്ട്. ഭവനത്തിനകത്ത് നമ്മൾ ഒത്തിരി ആളുകൾ നിന്ന് കഴിഞ്ഞാൽ പുറമേ നിന്ന് വരുന്നവർക്ക് കാണുവാനായിട്ട് സാഹചര്യം ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ എയർ സർക്കുലേഷൻ 10 ഇരിക്കുന്നുണ്ട്. എയർ സർക്കുലേഷൻ കുറവാണ്. BP ഒക്കെ അതുപോലെ ഷുഗറുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുറത്ത് ഇറങ്ങി ദയവായിട്ട് അവിടെ കസേരകളിൽ ഇരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വളരെ വേണ്ടപ്പെട്ടവർ, ഏറ്റവും അടുത്ത ബന്ധുക്കാളുകൾ മാത്രം ഇവിടെ ഇരിക്കുകയും മറ്റുള്ളവർ ദയവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യണം. എല്ലാവർക്കും വിഷമവും സങ്കടവും എല്ലാം ഉണ്ട്. നമ്മൾ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വളരെ അടുത്ത ബന്ധുക്കാളുകൾ ഇവിടെ ഇരിക്കുവാൻ സാധിക്കുന്നവർ ഭവനത്തിനടുത്തിരിക്കുകയും മറ്റുള്ളവർ പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന ചെയറുകളിൽ ഇരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുള്ള എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചൻ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ Japa
പാപി എന്നിൽ വാസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും അന്നവസ്ത്രവിനാൻ മകളെ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാത്തുന്നു നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസാന്നിധ്യവും നിരയിൽ വാടമൂടിയതും നിൻ മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും അങ്ങനെ ഞാൻ എന്റെ ന്യായപ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കും. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ട് ഉള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ, നീ എന്റെ ഓഹരിയാകുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാനം പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്റെ വഴികളെ വിചാരിച്ചു. എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ ഭാഷകളെ തുച്ഛീകരിക്കുന്നു. ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല താനും. നിന്റെ നീതിയുള്ള ന്യായ വിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യും.
ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയന നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയേ, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ ധരിച്ചിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കോണം ഞാൻ കഷ്ടതയിലായിരിക്കുന്നത് എനിക്ക് ഗുണമായി. 1000 പൊൻവെള്ളി നാണയത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. തൃക്കൈകളിനെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുകയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അഹങ്കാരികളെന്നെ വെറുതെ മുടിച്ചിരിക്കാൻ ലജ്ജിച്ചു പോകട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിനായി എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു. നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിച്ചിരിക്കുന്നു. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു. എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ളൂ? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാതെ അഹങ്കാരികൾ എനിക്കായി കുഴി കുടിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വസ്തമാകുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമേ. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നില്ല താനും. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാൾ നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാർ എന്നെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം.
ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളാൽ ബന്ധിതമാക്കുന്നു. എപ്പോൾ വരും പ്രിയരേ എപ്പോൾ വരും എൻ കണ്ണിൽ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എൻ കണ്ണിൽ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ യേശുവേ എപ്പോൾ വരും പ്രിയരേ എപ്പോൾ വരും അത്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ അത്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ വെള്ളത്തിനായി എഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ വെള്ളത്തിനായി എഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ പ്രിയനേ യേശുനായകനേ എപ്പോൾ വരും പ്രിയനേ യേശുനായകനേ എപ്പോൾ വരും ധരിച്ചുയർത്ത വിശുദ്ധ സംഗമത്തിൽ വെണ്ണവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമത്തിൽ ചേർന്നോനിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ ചേർന്നോനിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ ബുദ്ധിയുള്ള നിർമ്മല കന്യക പോൽ ഒരുങ്ങുന്നേ ബുദ്ധിയുള്ള നിർമ്മല കന്യക പോൽ ഒരുങ്ങുന്നേ പ്രിയരേ യേശുനായകനേ എപ്പോൾ വരും പ്രിയരേ യേശുനായകനേ എപ്പോൾ വരും സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ജീവാവൃക്ഷത്തിൻ തണലിൽ ജീവാവൃക്ഷത്തിൻ തണലിൽ സ്വർഗവീട്ടിൽ എത്തുവാൻ കോപിച്ചിടുന്നേ
എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണവാളാ പ്രിയരേ എൻ യേശുനായകനേ എപ്പോൾ വരും പ്രിയരേ എൻ യേശുനായകനേ എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്രയിക്കാൻ എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്രയിക്കാൻ എൻ യേശുവേ വാഴമേ വേഗം വന്നിടണേ യേശുവേ വാഴമേ വേഗം വന്നിടണേ പ്രിയരേ യേശുനായകനേ എപ്പോൾ വരും നാട്ടിലൻ പ്രിയതേടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു കാത്തിടുന്നു മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു കാത്തിടുന്നു മരുഭൂമിയിൽ തടയാതെ ഞാൻ മരുഭൂന്നു നിൻ കൃപയാൽ ഒരു നാളും നീ തിരിയാതെ എന്നെ കരുതുന്നു കൺമണി പോ ഒരു നാളും നീ പിരിയാതെ എന്നെ കരുതുന്നു കൺമണി പോ സ്വർഗ്ഗനാട്ടിലെ പ്രിയത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു കാത്തിടുന്നു മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു കാത്തിടുന്നു നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും ആദ്യമായി നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും ആദ്യമായി അഴകീർന്നു സവിദേവര ഇല്ല പാരിൽ വിശ്രമവും അഴകീർന്നു സവിദേവര ഇല്ല പാരിൽ വിശ്രമവും സ്വർഗ്ഗനാട്ടിലെ പ്രിയത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു കാത്തിടുന്നു മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു കാത്തിടുന്നു ശത്രുകാഹളം വായിൽ കേൾക്കുവാൻ കാക്ഷിച്ചിടുന്നേ പ്രിയനേ ശത്രുകാഹളം
കാണുവാൻ അവനേശുവേ വരണേ സ്വർഗനാട്ടിലെ പ്രിയത്തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു കാത്തിടുന്നു മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു കാത്തിടുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, പിടിച്ചു കളവാൻ ഒരു കാലം, പണിയുവാൻ ഒരു കാലം, കരയുവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്യം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവും ഉണ്ട്. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏതു മനുഷ്യനും തിന്ന് കുടിച്ച് തന്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോട് ഒന്ന് കൂട്ടുവാനും അതിൽ നിന്ന് ഒന്ന് കുറപ്പാനും കഴിയുന്നതെല്ലാം മനുഷ്യൻ തന്നെ ഭയപ്പെടേണ്ടതിനാൽ ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളതും മുമ്പുണ്ടായിരുന്നത് തന്നെ. കഴിഞ്ഞുപോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിന്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും, സകല കാര്യത്തിനും സകല പ്രവർത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യൻ നിമിത്തമത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസമത്രേ. മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല. സകലവും മായല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ? മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ? ആർക്കറിയാം? അതുകൊണ്ട് മനുഷ്യൻ തന്നെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അത് തന്നെ അവന്റെ ഓഹരി. തന്റെ ശേഷമുണ്ടാകുവാനിരിക്കുന്നത് കാണാൻ ആർ അവനെ മടക്കി വരുത്തും. ദൈവമേ യോഗ്യമാകുന്നു. പോകുന്നു കുരിശിന്റെ
പാതയിൽ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ ലോകമേതും യോഗ്യം മല്ലനിക്കതാ ശോകമില്ല ഭാഗ്യം കൊണ്ടു ക്രിസ്തുവിൽ ലോകമേതും യോഗ്യം മല്ലനിക്കതാ ശോകമില്ല ഭാഗ്യം കൊണ്ടു ക്രിസ്തുവിൽ നാഥനു പൊൽമുടി ചൂടിയ ലോകമേ ജീവനും പേരനിക്കെന്തിനാ നാഥനു പൊൽമുടി ചൂടിയ ലോകമേ നീതരും പേരനിക്കെന്തിനാ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുവാൻ നേരവും യേശുവേ നോക്കിടും ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുവാൻ നേരവും യേശുവേ നോക്കിടും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ എന്റെ നേടുയാസ ദോഷമോത്തരാ നിങ്ങളെ സഹിച്ചു മരിച്ചനാഥനെ എന്നെ നേടുന്ന ദോഷമോത്തരാ നിങ്ങളെ സഹിച്ചു മരിച്ചനാഥനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയേ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയേ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ
ചാരിഞ്ഞ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ പാതയിൽ ചാരിഞ്ഞ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ പാതയിൽ ശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേരും സ്നേഹം കുറഞ്ഞു പോയില്ല ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേരും സ്നേഹം കുറഞ്ഞു പോയില്ല നന്മയെ കണ്ടരം വിശ്രമം നേടിടും നന്മയെ കണ്ടരം വിശ്രമം നേടിടും സഞ്ചാരിഞ്ഞ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ പാതയിൽ സഞ്ചാരിഞ്ഞ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. എന്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നും മതിയായവൻ ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ മുൾമുടി ശിരസിൽ വഹിച്ചു കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു എന്റെ വേദന സർവ്വവും നീക്കിയെങ്കിൽ പുതുജീവൻ പകർന്നവനാ എന്റെ വേദന സർവ്വവും നീക്കിയെങ്കിൽ പുതുജീവൻ പകർന്നവനാ എന്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നും മതിയായവൻ ദിവ്യസ്നേഹത്തിലുറവിടമേ അവനാദിലുമന്ത്യനുമേ ദിവ്യസ്നേഹത്തിലുറവിടമേ
പതിനായിരത്തിൽ അതിശ്രേഷ്ഠനാമൻ സ്തുത്യനാം വന്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അനുഭവയാത്രയതി കഠിനം, പ്രതികൂലങ്ങളനുനിമിഷം. അനുഭവയാത്രയതി കഠിനം, പ്രതികൂലങ്ങളനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയഗ്നിത്തുണ എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയഗ്നിത്തുണ എന്നെ അനുദിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ല എന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. 1000 പ്രവൃത്തിയുടെ ആയിരത്തേക്കാൾ എന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം കിട്ടും. സന്തോഷിക്കുന്നു. വിശ്വസ്ത അഹങ്കാരികൾ എന്നെ വെറുതെ
വർഷിപ്പിക്കുകയാൽ ലഭിച്ചു പോകട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുത്തുള്ളവരുടെ ഞാൻ ലഭിച്ചു പോകേണ്ടിരിക്കാനായിട്ട് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ വിശ്വാസമായിരിക്കുന്നു. ഞാൻ നിന്റെ രക്ഷയെ കാത്തു മോഷിക്കുന്നു. നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എന്റെ കണ്ണന്റെ വാഗ്ദാനം കാത്തു ക്ഷീണിക്കുന്നു. പുകയെ തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലമുണ്ടല്ലോ. എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായം നടത്തും. നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരം എനിക്കായി കുഴിവെച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസമാകുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമേ. അവർ ഭൂമി എന്നെ മിക്കവാറും ഓടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നതാനും നിന്റെ ദൈഹികതത്തോടെ എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ എന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യഹോവയുടെ വചനം സ്വർഗ്ഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. നിന്റെ പ്രമാണം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണന്റെ പ്രമോദമായിരുന്നെങ്കിൽ ഞാൻ എന്റെ വർഷത്തിൽ നശിച്ചു പോകുമായിരുന്നു. നിന്റെ നാളിന്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല. അവയെന്നല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്നെ രക്ഷിക്കണമേ. ഞാൻ എന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നു. ഞാനോ എന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. ഇത് തന്നെ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. ോ
എത്തിടുന്നു. അപേക്ഷിക്കുന്നു, എന്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി എന്റെ കൈകളെ മാത്രം സന്ധ്യാംഗമായി തീരട്ടെ. യഹോവേ, എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അതിർദ്വാരം കാക്കണമേ. ദുഷ്പ്രവൃത്തിക്കാരോട് കൂടെ ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുവാൻ ഹൃദയത്തെ ദുഷ്കാരത്തിന് ചായ്ക്കരുത്. അവരുടെ സ്വാദുഭോജനം ഞാൻ കളിക്കുകയും വരുന്നേ. നീതിമാനെ അടിക്കുന്നത് ദൈവം, അവരെന്നെ ശാസിക്കുന്നത് തലക്കേണ്ട. എന്റെ തരാതിരയുടെ കാതിൽ കേട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. അവരുടെ ന്യായാധിപന്മാരെ പാറയിൽ നിന്ന് തടയണം. എന്റെ വാക്കുകൾ ഇപ്പമുള്ളവാകിയാൽ അവർ അവയെ കേൾക്കും. നിലം മുഴുത്തു മറിച്ചിട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിന്റെ വാതിൽക്കൽ സ്ഥിരപ്പെടുന്നു. കർത്താവായ യഹോവേ, എന്റെ കണ്ണ് നിങ്ങളിലേക്കാകുന്നു. ഞാൻ നിന്നെ ശരണമാക്കുന്നു. എന്റെ പ്രാണനെ കളയരുത്. അവർ എനിക്ക് വച്ചിരിക്കുന്ന കിണയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാത്തവണ്ണം എന്നെ കാക്കണമേ. ഞാൻ ഒഴുകി പോകുമ്പോഴേക്കും ദുഷ്ടന്മാർ സ്വന്തമായി അകപ്പെടട്ടെ. ഞാൻ യഹോവയോട് ഉറക്കെ വിളിക്കുന്നു. ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു. എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ എന്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്കൊരു കണി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. വലത്തോട് നോക്കി കാണണമേ. എന്നെ അറിയുന്നവരിൽ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിരിക്കുന്നു. എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. യഹോവേ, ഞാൻ നിന്നോട് ഇങ്ങനെ വിളിച്ചു. നീ എന്റെ സംവേദവും ജീവനുള്ളവരുടെ ദേശത്തിന്റെ ഓഹരിയുമാവുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്റെ നിലവിളക്ക് ചെവി കേൾക്കണമേ. ഞാൻ ഏറ്റവും വെള്ളപ്പെട്ടിരിക്കുന്നു. എന്നെ ഉദ്ധരിക്കുന്നവരെങ്കിലും ബലവന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ എന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീയോട് ഉപകാരം ചെയ്തിരിക്കുകയാൽ നീതിമാന്മാരുടെ ചുറ്റും വന്നുകൂടും. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെയ്തുതരണമേ. എന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരം വരണമേ. അടിയനെ എല്ലാവരും പ്രവേശിപ്പിക്കരുതേ. ജീവനുള്ളവരാരും തിരുസന്നിധിയിൽ നീതിമാനാകുകയില്ലല്ലോ. ശത്രുവിന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവരെന്നെ നിരത്തിട്ട് തളർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവരെ നേരിട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആകയാൽ എന്റെ മനമെന്നുള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയങ്ങളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. നിന്റെ സകല പ്രവർത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ എന്റെ കൈകളെ നിങ്ങളിലേക്ക് ഉണർത്തുന്നു. വരുന്ന നിലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. യഹോവേ, വേഗം എനിക്ക് ഉത്തരം വരണമേ. എന്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആദരിപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറക്കരുതേ. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാകണമേ. ഞാൻ നിന്നെ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടതാണ് എന്നെ അറിയിക്കണമേ. ഞാൻ എന്റെ ഉള്ളിലേക്ക് നിർത്തുന്നുവല്ലോ. യഹോവേ, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് വെള്ളത്തിൽ നിന്നെ നിർത്തുമാറാകട്ടെ. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. നിന്റെ ദയയാൽ എന്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എന്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരൊക്കെ നശിപ്പിക്കണമേ. ഞാൻ എന്റെ ദാസനാകുന്നുവല്ലോ. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വില്ലകളെയും അഭ്യസിപ്പിക്കുന്നു.
എന്റെ ദൈവവും എന്റെ കോട്ടയും എന്റെ ഗോപുരവും എന്റെ രക്ഷകനും എന്റെ പരിചയവും ഞാൻ ശരണമാക്കിയവനും എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. യഹോവേ, മനുഷ്യനെ നീ വിളിവാക്കുവാൻ അവനെന്ത്? മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവനെന്ത് മാത്രം? മനുഷ്യന്റെ വിശ്വാസത്തിലൂടെ കൃത്യമത്രേ. അവന്റെ ആയുഷ്കാലം കടന്നു പോകുന്നു, പോലെയാവുന്നു. യഹോവേ, ആകാശത്തിൽ ചായച്ച ഇറങ്ങി വരണമേ. പർവ്വതങ്ങൾ പൊങ്ങിയുവാൻ തക്കവണ്ണം അവയെ തൊഴണമേ. മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ. നിന്റെ അസ്ത്രങ്ങളിൽ അവരെ തോൽപ്പിക്കണമേ. ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ. പെരുവെള്ളത്തിൽ നിന്ന് അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ വായ് പോഴ്ത്ത് സംസാരിക്കുന്നു, അവരുടെ വരം കൈ വ്യാജമുള്ള വരം കൈയാകുന്നു. ദൈവമേ, ഞാൻ നിനക്ക് ഒരു പാട്ട് പാടും. 10 കമ്പിയുള്ള വീടുകൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും എന്റെ ദാസനായ ദാവീദിൽ നിന്ന് ദോഷകരമായ വാളത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായിൽ ഭോഷ്ക് സംസാരിക്കുന്നു, അവരുടെ വലങ്കയും വ്യാജമുള്ള വലങ്കയാകുന്നു. ഞങ്ങളുടെ പുത്രന്മാർ ബാലത്തിൽ തളിച്ചുവരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അലക്കരിയുടെ മാതിരിയായി കുത്തിയ ഒരു തോടുകൾ പോലെയും ഇരിക്കട്ടെ. ഞങ്ങളുടെ കളപ്പുരകൾ വിരുദ്ധായി നൽകുവാൻ തന്നോട് നിർത്തിയിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിലായിരമായും 10,000-ആയും പറ്റിവരട്ടെ. ഞങ്ങളുടെ കാലുകൾ ചുവട് ചുമക്കട്ടെ. മതിൽ തകർക്കുന്നത് പടക്കി പുറപ്പെടുന്നതും ഞങ്ങളുടെ വീടുകളിൽ നിലവിളിയില്ലാതിരിക്കട്ടെ. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. പാർക്കുമോ അദൃശ്യരായ അന്ധകാര സേനകളെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്നേരുവാനും നിന്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് എന്നെ വസിക്കുവാനുകൾക്ക് സന്നദ്ധിയാകണമേ. നീ ജീവനെടുത്തിടുമ്പോൾ Hallelujah.
വന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ പ്രതിഭാഷത്തിനും വിധവാസ്വരനെ വിടവിച്ചോനെ നാമെല്ലായ്പ്പോഴും ധാരാളിക്കണം നാമെല്ലാവരും കാത്തു ചേർത്താകില്ലെന്ന് കരുണയും മനോഗുണവും യാചിക്കണം. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ദൈവമേടികളായി സോടുപടിയിരിക്കുന്ന ദിവസമാക്കിയും സ്തുതിയും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മെസ്സിയാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോവന്മാരും സ്ഥിരതകളും സ്വർഗീയമായ മേഘങ്ങളിൽ ദൈവം തമ്പുരാനെ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയെ ദ്രവിച്ചേർന്നു പോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടിതാവും നിർമ്മിതാവുമെന്ന നിലയിൽ സൃഷ്ടി ശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോപുരങ്ങളും പരിപ്രവാചനവും ഭയങ്കരവുമായ അങ്ങയുടെ സിംഹാസനത്തിനു മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിങ്ങളുടെ പ്രത്യാശയോടെ വാങ്ങിപ്പോയിരിക്കുന്നു ഈ ദാസിയെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തപാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന ജീവനുള്ള വാതിരുവായിക്കൊണ്ട് അരുളിച്ചെയ്തതായ വചനം ദൈവം തമ്പുരാനെ, ഞങ്ങളിലും ഈ ദാസിയിലും നിറവേറണമേ. ഞങ്ങളും ഞങ്ങൾ വാങ്ങിപ്പോയവരും അങ്ങയുടെ വലതു ഭാഗത്തു നിന്നുകൊണ്ട് അങ്ങയുടെ കരുണയെ ദർശിക്കുകയും അങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വവകുൽ ഇസ്മാൽ അൽമീൻ ബറക്മോ നഗരകവാടം വഴിയായി ഞാൻ പോകുന്നേ കേട്ടേ നവരനാദം നേറ്റം കേരം തോന്നും നിരതത്തെ ലളിതകളെ ഭരഭരുടന്മാരെ
പാഴായി പോയിടും ഈ രക്താംബരരുചിരലയെ ലോർദൻ ഭോഷ സുഭഗതയെ മരണശേഷം മായിക്കും ഈ സൗന്ദര്യം കാലത്തിൽ തെളിവാകും സൂര്യതുല്യം ഈ സൗന്ദര്യം പാഴ്പുൽ കൊടിയിന്മേൽ തോമഞ്ഞിനതുല്യം ഈ സൗന്ദര്യം സാന്ധ്യ വേളയതിൽ വാടിയിടും പൂവിനു തുല്യം പാദത്തിൽ പാഴാം രൂപത്തിൽ കണിയുകൾ വർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ ചീടണമേ സർവ സ്തോത്രം സ്തോത്രം ദേ തിരുസന്നിധിയിലേക്ക് ഉണർന്നിരിക്കുന്നതിനാൽ പ്രാർത്ഥിക്കുന്ന ഈ ദാസിന് വേണ്ടി സംവേദ്യങ്ങൾ അനുഷ്ഠിക്കുന്നതായ സുഹൃതം കൈക്കൊണ്ട് സ്വർഗീയ മുസ്ലിമിൻ മോഹിനിയായ വാസസ്ഥലങ്ങളിലെ ദാസിയെ ആശ്വസിപ്പിക്കുകയും കടന്ന പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമ്പാകെയുള്ള മോഹുസനയ്ക്കും ഈ ദാസിയെ അറിയാക്കി തരുകയും ചെയ്യണമേ. പരിചാരികരന്നാത്മത്തെ സസമാധാനം കൈക്കൊള്ളുക കന്മശമഖിലം മോചിക്ക ഇവരെ വിധിക്കരുതേ നാഥ ധർമായൻ നീയേ അപരാധികളറിയിച്ചിടും നരകത്തിൽ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമളവറ പോകേണം പാറയ്ക്കുമോ അവരുടെ മേൽ തെല്ലില്ല നിന് കനികാരവും അവകാശമതോ ബലവാനാം സൃഷ്ടാവരെ നിസ്തരണം ചെയ്യോ നൂനം സാക്ഷാലവകാശികളും തൽ സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരെ ദേഹം സ്വർഗരാജ്യം ജീടമരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലെങ്കിൽ ദൈവം നടത്തിയിടും വിരിയോത്തങ്കിടും ഞാൻ മാർക്കുമോ സ്വർഗമഹത്വം ചാട്ടിടും നിന്റെ മരത്തായി ചേർത്തിടും വിഷയമ
ജീവൻ പോയി പിരിയും മാതാവേ നോക്കിടുമാത്മജരിൽ നെടുവീരുന്നു തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോധിച്ചിടുന്നു ഈദിനാരാവോ കേൾക്കുന്നോരെല്ലാം ഖേദത്താലവരോടൊപ്പം കരയുന്നു ജീവൻ
നൽകുന്നു. കബറുകളിൽ നിന്ന് കടലിനോട് എഴുന്നേറ്റു ഉയരേകൊന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചും പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങേറ്റിട്ട് മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നൊഴിന്നു മഹത്വം കിട്ടിയതിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി സ്വർണം കൈക്കൊണ്ടിടേണം. ഭവനത്തിൽ വെച്ചുള്ള രണ്ടാമത്തെ ശുശ്രൂഷ പൂർത്തിയായിരിക്കുകയാണ്. കൃത്യം 2 മണിക്ക് ഭവനത്തിൽ വെച്ചുള്ള അവസാന ശുശ്രൂഷകൾ നടത്തപ്പെടും. ഇപ്പോൾ ഇനി ആരെങ്കിലും മൃതശരീരം കാണുവാനുണ്ടെങ്കിൽ അകത്തേക്ക് കടന്നു വന്ന് അധിക സമയം അകത്ത് ചെലവഴിക്കാതെ മൃതശരീരം കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങണം. അതുപോലെ ഭവനത്തിന്റെ ഉള്ളിൽ ഒത്തിരി ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. കഴിയുന്നത്ര ആളുകൾ വെളിയിൽ ഇറങ്ങി സീറ്റുകളിൽ ഇരിക്കുക എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നിന്റെ നാമത്തെ എന്നേക്ക് സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരമാകുന്നു. അവന്റെ മഹിമാചരമത്രേ. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവർത്തകളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവൃത്തിയുടെ ബലം പ്രസ്താവിക്കും. ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. നിന്റെ നീതിയെ കുറിച്ചുള്ള ഘോഷിച്ചുല്ലസിക്കും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. തന്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. യഹോവേ, നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. മനുഷ്യപുത്രന്മാരോട് അവന്റെ വീര്യപ്രവൃത്തികളും അവന്റെ രാജ്യത്വത്തിൽ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിനു അവർ നിന്റെ രാജ്യത്വത്തിന്റെ മഹത്വം പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെ കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം രാജ്യത്വമാകുന്നു. നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു. വീഴുന്നവരൊക്കെയും യഹോവ താഴുന്നു. കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനെയൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുമാകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും സമീപസ്ഥനാവുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. എന്റെ വായ യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. സകല ജഡവും അവന്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. വിശ്വാസ ജീവിതം പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു. ഞാൻ
യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലൊരൽപ്പവും ഇല്ലെനിക്ക്. അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലൊരൽപ്പവും ഇല്ലെനിക്ക്. ആഴിയോ മൊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നറിയിലുണ്ട്. ആഴിയോ മൊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നറിയിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു ക്ഷീണം മാറുന്നു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മാറുന്നു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. മരണനിഴലിൽ താഴ്വരയിൽ ശരണമായി യേശുവുണ്ട്. മരണനിഴലിൽ താഴ്വരയിൽ ശരണമായി യേശുവുണ്ട്. കരളറിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ. കരളറിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ. വിശ്വാസ ജീവിതം പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും വന്നു തീരും. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും വന്നു തീരും. എണ്ണിയാക്കിയാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാക്കിയാത്ത
വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായക യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായക യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ഞാനുള്ള കാലത്തോളത്തെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. വായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രനെ മരുത്. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിന്റെ ദൈവം സഹായമായും തന്റെ ദൈവമായ യഹോവയും പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ വൃദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുടിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. സിയോനേ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്തുതിപ്പിൻ. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്. അത് മനോഹരവും സ്തുതിയോചിതവും തന്നെ. യഹോവ യെരൂശലേമിനെ പണിയുന്നു. അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ കുറവുകളെ കിട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളെ എണ്ണ നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവരും ശക്തിയേറിയവരുമാകുന്നു. അവന്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്മയുള്ളവരെ ഉയർത്തുന്നു. അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ. കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു. അവൻ പർവ്വതങ്ങളിൽ പുല്ല് കുളിപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല. പുരുഷന്റെ ഒരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരെ യഹോവ പ്രസാദിക്കുന്നു. യഹോവയെ പുകഴ്ത്തുക, സിയോനേ നിന്റെ ദൈവത്തെ സ്തുതിക്കുക. അവൻ നിന്റെ വാതിലുകളുടെ ഓടാക്കുകളെ ഉറപ്പിച്ചു. നിന്റെ അകത്ത് നിന്റെ മക്കളെ നിർദ്ദേശിച്ചിരിക്കുന്നു. അവന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു. വിശേഷമായ ബോധം കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. അവൻ നിന്റെ ആഗ്രത ഭൂമിയിലേക്ക് അയക്കുന്നു. അവന്റെ വജ്രമതിവേഗം ഓടുന്നു. അവൻ പഞ്ഞി പോലെ മഞ്ഞു പെയ്യുന്നു. ചാരം പോലെ നീഭാരം വിതറുന്നു. അവൻ നീർക്കട്ട കഷ്ടമായി എറിയുന്നു. അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവൻ ആര്? അവൻ തന്റെ വജ്രമയച്ച് അവയെ ഒരുക്കുന്നു. കാറ്റടുപ്പിച്ച് വെള്ളത്തിൽ ഒഴുക്കുന്നു. അവൻ യാക്കോബിന് തന്റെ വചനം, ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്തുതിപ്പിൻ. സ്വർഗ്ഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. അവന്റെ സർവ്വദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ. അവന്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പിൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ. പ്രകാശമുള്ള സർവ്വ നക്ഷത്രങ്ങളുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ. സ്വർഗാധികർവവും ആകാശത്തിന് മീതിയുള്ള വെള്ളവുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി. നിയമം വെച്ചിരിക്കുന്നു.
എല്ലാം മഴുകുള്ളവയായുള്ളവേ ഭൂമിയിൽ നിന്ന് ഭൂമിയെ തുടുപ്പി തീയും കൺമഴയും ഹിമവും ആവിയും അവന്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും പല വൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകലകാലുകളും ഇഴജന്തുക്കളും പർവ്വതജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇഫ്രയീമുകളായ തന്റെ ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ ജനത്തിലൊരു മുഖനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്കൊരു പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവരെ സ്തുതിയും പാടുകയും ഇസ്രായേലിനെ ഇതാക്കിയവരെ സന്തോഷിക്കട്ടെ. സീയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിലാണ്ടിരിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. കപ്പിലോടും കിന്നരത്തോടും കൂടി അവരെ കീർത്തനം ചെയ്യട്ടെ. യഹോവ തന്നെ ജനത്തിൽ പ്രസാദിക്കുന്നു. താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഭക്തന്മാർ ബഹുദത്തിൽ ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ശൈകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശുചിയും നടത്തേണ്ടതിനും അവരുടെ രാജാക്കന്മാരെ ചിന്തകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ അത് അവന്റെ സർവഭക്തന്മാർക്കും ബഹുമാനമാകുന്നു. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ. അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. അവന്റെ വീരപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ. അവന്റെ മഹിമാധികത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ. വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിപ്പിൻ. തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിപ്പിൻ. തന്ത്രനാദത്തോടും കുഴലിനോടും കൂടി അവനെ സ്തുതിപ്പിൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. യഹോവയെ സ്തുതിപ്പിൻ. എനിക്കായൊരു മോക്ഷവീട് ഇന്നലകന്നോ ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്നലകന്നോ ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. കൂടാരമാകുന്ന എൻ ഭവനം വീട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ തീർത്ഥമായി കങ്ങു ചെന്നു ചേരും. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ തീർത്ഥമായി കങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടകന്നോ ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്ന് ഒട്ടുനാൾ
പെട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമേ തിട്ടമാ കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയെന്ന് ഒട്ടുനാൾ കണ്ണോമി പെട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമേ തിട്ടമാ ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇമ്പലകം ഞാൻ പാടുമെന്ന് ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇമ്പലകം ഞാൻ പാടുമെന്ന് പോകാമെനി എന്റെ രക്ഷകന്റെ രാജ്യമതിൻ ഉള്ളിൽ വാസം ചെയ്യാം പോകാമെനി എന്റെ രക്ഷകന്റെ രാജ്യമതിൻ ഉള്ളിൽ വാസം ചെയ്യാം രോഗം ദുഃഖം പീഡയൊന്നുമില്ല ദാഹം വിശപ്പുമങ്ങട്ടുമില്ല രോഗം ദുഃഖം പീഡയൊന്നുമില്ല ദാഹം വിശപ്പുമങ്ങട്ടുമില്ല ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇമ്പലകം ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനും ുള്ളം വാഞ്ചിക്കുന്നു ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനും ുള്ളം വാഞ്ചിക്കുന്നു എന്നു ഞാൻ ചെന്ന് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് ഞൊടി നേരത്തെ സങ്കടം അനവധി തേജസ്സി ഭാഗ്യം തന്നെ കണ്ണീരു കാണാതെ ഒന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ ഞൊടി നേരത്തെ സങ്കടം അനവധി തേജസ്സി ഭാഗ്യം തന്നെ കണ്ണീരു കാണുന്നതൊന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇമ്പലകം ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇമ്പലകം ഞാൻ വാഴുമെന്ന്
യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആചരിക്കത്ത് നട്ടിരിക്കുന്ന തർക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇരവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റത്ത് പാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായ ബോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സീയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിക്കുന്നു. ഞാനൊരു നിർണയവും പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമാക്കുകയും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കുകയും തരും. ഇരുമ്പ് കോൽകൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉലയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവേൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവനാ ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെ ഒക്കെയും ചെവിട്ടത്തടിച്ച് നീ ദുഷ്ടന്മാരുടെ പല്ല തകർത്തു കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ അനുസരിക്കുന്നു എന്നറിയുവേൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ. എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു. നീ ദുഷ്ടപ്പെടണമേ. നിന്നോടല്ലോ അവർ മത്സരിക്കുന്നത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും.
യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ടവനെ മറയ്ക്കും. യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീയോ യഹോവേ എത്രത്തോളം? യഹോവേ, തിരിഞ്ഞ് എന്റെ പ്രാണനെ ഒഴിക്കണമേ. നിന്റെ കാരുണ്യം നിമിത്തം എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിലാർ നിനക്ക് സ്തോത്രം ചെയ്യും. എന്റെ ഞരക്കം കൊണ്ടാ ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്ന കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. എന്റെ സകല വൈരികളും ഏതുവായി ക്ഷീണിച്ചിരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവിൻ. യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എന്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും. അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കും. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിളിക്കണമേ. അവൻ സിംഹം എന്ന പോലെ എന്നെ കീഴ്ക്കളയരുതേ. വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പക്കൽ യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു. യഹോവേ, എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ. നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. എന്റെ പരിച ദൈവത്തിന്റെ പക്കലുണ്ട്. അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം ദിവസം പ്രതി ബോധിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. അവൻ തന്റെ വില്ലുകുലച്ച് ഒരുക്കിയിരിക്കുന്നു. അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു. തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു. ഇതാ അവന് നീതികേടിന് നോവിക്കുന്നു. അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനെ പ്രസവിക്കുന്നു. അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അവന്റെ വേണ്ടാതനം അവന്റെ തലയിലേക്ക് തിരിയും. അവന്റെ ബലാത്കാരം അവന്റെ നുറകിൽ തന്നെ വീഴും. ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും ഇണ്ടാതെയാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരളുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ യഹോവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നെ സന്തോഷിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും.
എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിടറിയണോ. നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു. അവരുടെ നാമത്തെ നീ സദാകാലത്തേക്ക് മാനിച്ചു കളഞ്ഞു. ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്ക് നശിക്കുന്നു. അവരുടെ പട്ടണങ്ങളെയും നീ മറച്ചു കളഞ്ഞിരിക്കുന്നു. അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു. ന്യായവിധിക്കും സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും. ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. യഹോവ പീഡിതനൊരു അഭയസ്ഥാനവും കഷ്ടകാലത്ത് അഭയസ്ഥാനവും തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ. അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിക്കും. രക്തപാതകത്തിനും പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു. എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പറിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഞാൻ സിയോൻ പുത്രികളുടെ പടിവാതിലുകളിൽ കൂടി നിന്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ കാണുകയെ അവർ ഒളിച്ചുവെച്ച അവരെല്ലാവർക്കും അവരുടെ കാല് തന്നെ അകപ്പെട്ടിരിക്കുന്നു. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു. ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിഞ്ഞു. ദരിദ്രനെ എന്നേക്കും മറന്നുപോകുകയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്കെന്നും മരിക്കുകയുമില്ല. യഹോവേ, എഴുന്നേൽക്കണമേ. മർത്യൻ പ്രബലനാകരുതേ. ജാതികൾ നിന്റെ സന്നിധിയിൽ വെടിക്കപ്പെടുമാറാകട്ടെ. യഹോവേ, തങ്ങൾ മർത്യരത്ര എന്ന ജാതികളാകേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതിനെന്ത്? ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിക്കപ്പെടട്ടെ. ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു. ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു. ദുഷ്ടൻ ഉന്നത ഭാഗത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു. ദൈവം ഇല്ല എന്നാകുന്നു അവന്റെ നിരൂപണമൊക്കെയും. അവന്റെ വഴികളെല്ലാം ഇപ്പോഴും സഫലമാകുന്നു. നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ. തന്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല എന്നവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവന്റെ വായിൽ ശാപവും വ്യാജ്യവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു. മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു. അവൻ രഹസ്യമായി അഗ്നിയുടെ മേൽ കണ്ണു വെച്ചിരിക്കുന്നു. സിംഹം മുറ്റുകാട്ടിലെന്ന പോലെ അവൻ മറവിടങ്ങളിൽ പറുകുന്നു. എളിയവനെ പിടിക്കാനും പതിയിരിക്കുന്നു. എളിയവനെ തന്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു. അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു. അഗതികൾ അവന്റെ ബലത്താൽ വീണു പോകുന്നു. ദൈവം മറഞ്ഞിരിക്കുന്നു. അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു. അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു. യഹോവേ, എഴുന്നേൽക്കണമേ. ദൈവമേ, തൃക്കൈ ഉയർത്തണമേ. എളിയവരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നതും എന്തിനാ? നീ അത് കണ്ടിരിക്കുന്നു. തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കൊണ്ടിരിക്കുന്നു.
അകലിൽ തന്നെത്താൻ നിങ്ങളേൽപ്പിക്കുന്നു. അനാഥന് നീ സഹായിയാകുന്നു. ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ. ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെ ആകുവോളം അതിന് പ്രതികാരം ചെയ്യണമേ. യഹോവ എന്നേക്കും രാജാവാകുന്നു. ജാതികൾ അവന്റെ ദേശത്തു നിന്ന് നശിച്ചു പോയിരിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യരെ ഇനി ഭയപ്പെടാതിരിക്കാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിനും യഹോവേ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുന്നു. നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു. ദൈവമേ സ്തുതിയോടെ നാം നോക്കാതിരിക്കുന്നു.
എത്രത്തോളം എന്റെ ശത്രുക്കൾ എന്റെ മേൽ ഉയർന്നിരിക്കും. എന്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണമില്ല പ്രാപിക്കാതിരിക്കാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എന്റെ ശത്രു പറയരുതേ. ഞാൻ ഗർഭിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ലസിക്കുകയും വരുതേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാനവന് പാട്ടുപാടും. ദൈവമില്ല എന്ന് മൂടന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായ പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവനാരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവൻ എന്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്കും ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നു. എങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നു. നാവുകൊണ്ട് പൊരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഖേദം വന്നാലും മാറാത്തവൻ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞു, നീ എന്റെ കർത്താവാകുന്നു. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേലെടുക്കുകയുമില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂല് എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്തെന്നും പ്രമാദങ്ങളുമുണ്ട്. യഹോവേ, ന്യായത്തെ കേൾക്കണമേ. എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് വരുമാറാകട്ടെ. നിന്റെ കണ്ണ് നേർവണ്ണം കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു. രാത്രിയിൽ എന്നെ സന്ദർശിച്ചു.
നീ എന്നെ രക്ഷിച്ചു, പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തിയില്ല. എന്റെ വായിൽ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അതരങ്ങളുടെ വചനത്താൽ നിഷ്ഠുരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചൂടകളിൽ തന്നെയായിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ചെന്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണം പ്രാപിക്കുന്നവരുടെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനുമായുള്ളവയെ നിന്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും നിന്റെ ചിറകിന്റെ മേൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ് കൊണ്ട് വമ്പു പറയുന്നു. അവർ ഇപ്പോൾ തങ്ങളുടെ കാലടിയെ തുടർന്ന് ഞങ്ങളെ വളർന്നിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ നിർത്തിവെക്കുന്നു. കടിച്ചു നീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ യഹോവേ, എഴുന്നേറ്റ് അവരോട് എതിർത്ത് നിന്ന് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്തെ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വരവ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് ചേർക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവേ, യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണവാസങ്ങൾ എന്നെ ചുറ്റി, ആഘാത പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാളവാസങ്ങൾ എന്നെ ഉളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്നു വിളിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിക്കാൽ അവ കുടുങ്ങിപ്പോയി. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു. തീക്കനൽ അവന്റെ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചായച്ചിറങ്ങി, കൂളിരുള്ളവന്റെ കാൽ കീഴുണ്ടായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. അവൻ കാറ്റിന്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ തന്റെ മറവും ജലതമസിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരമാക്കി. അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന്റെ മേഘങ്ങളിൽ കൂടിപ്പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവൻ അസ്ത്രമേതവരെ ചിതറിച്ചു, മിന്നലയച്ചവരെ തോൽപ്പിച്ചു. യഹോവേ, നിന്റെ ദർശനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നിർത്തോട് കാണായി വന്നു. ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് എന്നെ പകച്ച് അവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. രാജത്വവും
അവർ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ വിളിച്ചു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു. എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവന്റെ വിധികളൊക്കെ എന്റെ മുമ്പിലുണ്ട്. അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഞാൻ അവന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു. അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എന്റെ നീതിപ്രകാരവും അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള വെളിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. ദയാലോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കും, എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും, നീ എന്റെ ദൈവത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞുചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം കുറിക്കൊഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. യഹോവയല്ലാതെ ദൈവമാരുള്ളൂ, നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എന്റെ കാലുകളെ മാൻപേടയ്ക്ക് കാലിന് തുല്യമാക്കി. എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു. എന്റെ ഭുജങ്ങൾ താമ്രചാപകം കുലയ്ക്കുന്നു. നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി. എന്റെ നരിയാണുകൾ വഴുതിപ്പോയതുമില്ല. ഞാൻ എന്റെ ശത്രുക്കളെ പിന്തുടർന്ന് പിടിച്ചു. അവരെ മുടിക്കുവോട് ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എഴുന്നേറ്റുകൂടാത്തവണ്ണം ഞാൻ അവരെ തകർത്തു. അവർ എന്റെ കാൽ കീഴിൽ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. എന്നോട് എതിർക്കുന്നവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പഴിക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എന്റെ ശത്രുക്കളെ എനിക്ക് പുറംകാട്ടുമാറാക്കി. അവർ നിലവിളിച്ചു, രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരമരുളിയിരുന്നില്ല. ഞാൻ അവരെ കാറ്റത്തെ പൊടി പോലെ പൊടിച്ചു. വീതികളിലെ ചെടി പോലെ ഞാൻ അവരെ കോരിക്കളഞ്ഞു. ജനത്തിന്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു. ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. അവർ കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും. അന്യജാതിക്കാർ എന്നോട് അനുസരണഭാവം കാണിക്കുന്നു. അന്യജാതിക്കാർ ക്ഷയിച്ചു പോകുന്നു. തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നു. യഹോവ ജീവിക്കുന്നു. എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. എന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. അവൻ ശത്രുവശത്തു നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. സാഹസക്കാരന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുന്നു. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തന്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു. തന്റെ അഭിഷക്തനാ ദയ കാണിക്കുന്നു. ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ദൈവമേ, സ്നേഹിക്കുവാനോ പറയട്ടെ. യെരൂശലേമിൻ ഇമ്പമേ ഇപ്പോൾ
അവിടെ അവർ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ ഉൾപ്പെടുന്ന മണവാളിനെ പോലെ ഓട്ടമോട് താൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ ചന്ദ്രന് ദൈവം അതി വരെ അന്ത്യായുമാകുന്നു. അവന്റെ യഹോവയുടെ ന്യായപ്രമാണം ദൈവമുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വസിക്കുന്നവർക്ക്
അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, ആ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേക്കട്ടിയിലും മധുരമുള്ളവ, അടിയിലും അവയാൽ പ്രമോദം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിനെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റിയടിനെ കാക്കണമേ. അവയെന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരമായിരിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തെ ജ്ഞാനവും നിനക്ക് പ്രസിദ്ധകരമായിരിക്കട്ടെ. പാലിക്കുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീശോണികന്നിൽ പ്രവേശിപ്പാൻ ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീശോണികന്നിൽ പ്രവേശിപ്പാൻ ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. കൊന്നും കരകേറി മടക്കൊള്ളുക. കൊന്നും കരകേറി മടക്കൊള്ളുക. രക്ഷകരെ കാലുകൾക്കു പാതയിൽ ഞാൻ മാലിനെ പോലോ പാതയിൽ ഞാൻ മാലിനെ പോലോ. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീശോണികന്നിൽ എന്റെ ഉള്ളം ചൊല്ലുന്നു. ആരുമേനിക്കില്ലെന്നോ ഞാനെല്ലാമായി തീർന്നുവെന്നോ. ആരുമേനിക്കില്ലെന്നോ ഞാനെല്ലാമായി തീർന്നുവെന്നോ. മാനസത്തിനായി പോന്നു കേൾവിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീശോണികന്നിൽ പ്രവേശിപ്പാൻ ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. എന്റെ നിത്യസ്നേഹിതന്മാർ ദൈവസുഹൃദ സംഗമത്രേ. എന്റെ നിത്യസ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ. ഇപ്പോഴവർ ദൈവമുമ്പിൽ സേവയാ എന്നെ കാര്യം ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നില്ല. എന്നെ കാവൽ ചെയ്ത് ശുശ്രൂഷിപ്പാൻ വന്നില്ല. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുന്നു.
സാധു ജ്ഞാനീശോനി തന്നെ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എന്റെയുള്ള ചൊല്ലുമ്പോ ദുഃഖിതനായോടെ പോയി ഞാൻ മരുഭൂമി കിടന്നാലും ദുഃഖിതനായോടെ പോയി ഞാൻ മരുഭൂമി കിടന്നാലും എന്നെയോർത്തു ദൈവദൂത വന്നിടും ഏറ്റവും സ്നേഹസൂടോടൊപ്പവുമായി വന്നിടും ഏറ്റവും സ്നേഹസൂടോടൊപ്പവുമായി വന്നിടും എന്റെ ദൈവം മഹത്വത്തിൽ ഭാഗ്യവാനായി ജീവിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരു പ്രത്യേക കാര്യം അറിയിക്കുവാനായിട്ടുണ്ട്. കൃത്യം 2 മണിക്ക് ശുശ്രൂഷകൾ ആരംഭിക്കും. ഭവനത്തിൽ വെച്ചുള്ള അവസാന ശുശ്രൂഷ 2 മണിക്ക് ആരംഭിക്കുന്നതാണ്. അതിനു മുൻപ് ഈ കാര്യങ്ങൾ പറയുന്നത്, ശുശ്രൂഷ കഴിഞ്ഞ് ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ പള്ളിയിലേക്ക്, ദേവാലയത്തിലേക്ക് എല്ലാവരും കടന്നു പോകുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങൾ ക്രമീകരിക്കണം. അതുപോലെ ഇനി ആരെങ്കിലും മൃതശരീരം കാണുവാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അകത്തു വന്ന് മൃതശരീരം കണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. ശുശ്രൂഷകൾ ആരംഭിക്കുന്ന സമയത്ത് ഈ ഭവനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ മാത്രം ഈ ഭവനത്തിനകത്ത് നിൽക്കുകയും മറ്റുള്ളവർ പുറത്തേക്ക് ഇറങ്ങുകയും വേണം. ഞാനിത് പല പ്രാവശ്യം പറയുന്നത് തിരക്ക് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എത്രയും വേഗത്തിൽ ദേവാലയത്തിലേക്ക് നിങ്ങൾ കടന്നു പോകണം. ഭവനത്തിൽ വെച്ച് ഇനി ഫ്രീസർ ഓപ്പൺ ചെയ്യുന്നതല്ല. ദേവാലയത്തിൽ ചെന്നതിന് ശേഷം മാത്രമേ ഫ്രീസർ ഓപ്പൺ ചെയ്യുകയുള്ളൂ. അന്ത്യചുംബനം കൊടുക്കുവാനുള്ള അവസരം ദേവാലയത്തിൽ വെച്ച് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുവാനിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥം അനുസരിക്കേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷകൾ തുടങ്ങുമ്പോൾ ഇനിയും പറയാതെ തന്നെ നിങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ മാത്രം ഭവനത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് വെളിയിലേക്ക് മറ്റുള്ളവർ ഇറങ്ങണം. വൈദികർ വരുമ്പോൾ ഇപ്പം തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾക്ക് ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ നടത്തുവാനായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അവന്റെ ഭക്തന്മാരെന്ന് പറയട്ടെ, അവരുടെ ഭൂമിയിൽ കണ്ടെത്തിയില്ല. അവരുടെ സ്വന്തം വായിച്ചുവരുന്നവരുടെ പ്രാണങ്ങളുടെ ഉള്ളിൽ തുറന്നു. അവർ നമ്മുടെ കർഷകരെ ഹോമയാണ് നിലവിളിച്ചു. അവരവരെ അവരുടെ വിളിച്ചു. അവർ പാർപ്പാത്തൊക്കെ പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരവരെ ശുഭയോടെയും നടത്തി. അവരെ ഹോമയാണ് അന്വേഷണയും മനുഷ്യപുത്രന്മാരും ചെയ്ത കുട്ടികളെ ശിലയും ശ്രദ്ധിക്കട്ടെ. അവൻ ആർത്തിയുള്ളവനെ വിശപ്പുള്ളവനെ നന്മകൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനങ്ങളോട് അനുസരിക്കുകയും അത്യുന്നതന്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ഇരുടെ ദിവസം വരുന്ന അരിഷ്ണയാലും ഇരുമ്പ് ശങ്കനയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ കഷ്ടത കൊണ്ട് താഴ്ത്തി അവരുടെ അറിവിൽ സഹായിക്കാനും ഉണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയെ ഹോമയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ വീട്ടിൽ നിന്നും അന്ധദാസങ്ങൾ പ്രവേശിച്ചു. അവരുടെ കൽപ്പനകളെ കളഞ്ഞു. അവരെ ഹോമയോടെ നന്മയെ ചൊല്ലിയും മനുഷ്യന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ തന്നാമ്പുകളെ തകർത്തു. ഇരുമ്പോളാമ്പുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ദോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകല ദോഷണത്തോട് വെറുപ്പ് തോന്നി. അവർ മരണവാദികളോട് സമീപിച്ചിരുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവരെ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി
മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ സ്വന്തയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടി അവന്റെ പ്രവൃത്തി ഓർമ്മിക്കുകയും ചെയ്യട്ടെ. കപ്പൽ കയറി സമുദ്രത്തിലോടിയവർ, തിരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ ഒരു യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിലെ അത്ഭുതങ്ങളെയും കണ്ടു. അവൻ കൽപ്പിച്ചു, കൊടുങ്കാറ്റെടുപ്പിച്ചു, അത് അതിരകളെ പൊങ്ങുമാറാക്കി. അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്താലേക്ക് പോയി. അവർ മത്തനെ പോലെ ചാഞ്ചാടി നടന്നു. അവരുടെ ബുദ്ധി പോയിരുന്നു. അവർ നമ്മുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഇരങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവരോട് കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവൻ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ ജനത്തിന്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. നിവാസികളുടെ ഇഷ്ടനിമിത്തം അവർ നദികളെ മരുഭൂമിയും നീരുറവകളെ വരണ്ട നിലവും ഫലപ്രദമായ ഭൂമിയെ പുനർവിലമാക്കി. അവൻ ഭൂമിയെ ദ്രവരാകും വരണ്ടത്തെ നീരുറവകളുമാക്കി. വിശുദ്ധവരെ അവൻ അവിടെ പാർപ്പിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദുഃഖാക്കളായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം അറിയിക്കുക. ദുഃഖം അണപൊട്ടി ഒഴുകുന്നതായിരിക്കുന്ന ഒരു വലിയ സമയത്ത് ആണ് നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് അറിയുക. നാം ഏറ്റവും സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മകൾ, ഞങ്ങള് ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെ വിളിക്കുന്നത് നമ്മളെ പിങ്കി എന്നാണ്. എപ്പോ കണ്ടാലും പിങ്കി എന്ന് വിളിക്കുമ്പോൾ അവൾ ഓടി വന്ന് എല്ലാ വിശേഷങ്ങളും കുശലങ്ങളും പറഞ്ഞ് സന്തോഷത്തോടെ പോകുന്നതായിരിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചിട്ടുള്ളത്. പിങ്കിയുടെ പെട്ടെന്നുള്ളതായിരിക്കുന്ന ഈ വേർപാട് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നതായിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു ഷോക്ക് അനുഭവപ്പെടുകയുണ്ടായി. ദൈവം തന്റെ ദിവസങ്ങളിലേക്ക് തന്റെ പ്രിയം വെച്ചവരെ എടുക്കുന്നത് ഏത് സമയത്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പൂന്തോട്ടത്തിലെ നല്ല പുഷ്പം പോലെ യജമാനന്റെ കണ്ണിൽ അവളെ യജമാനൻ നല്ല ഒരു പൂവായിട്ടാണ്, ഒരു പുഷ്പമായിട്ടാണ് അവളെ കണ്ടത്. യജമാനൻ വന്നു അത് പറിച്ചു. തോട്ടത്തിൽ അത് നോക്കുന്നതായിരിക്കുന്ന ആള് ചോദിച്ചു, യജമാനനെ നല്ല പുഷ്പമായിരുന്നല്ലോ, എന്തിനാണ് അങ്ങ് ഇത് പറിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനാണ് ഈ ചെടിയെ നട്ടത്, അതിന്റെ ഭംഗി കൊണ്ട് ഞാനത് പറിച്ചു, അതിന്റെ അവകാശത്തിൽപ്പെട്ടതാണ് എന്ന് യജമാനൻ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകുന്നത് എന്തെങ്കിലും സംഭവിച്ചു, എന്താണ് ഇത് എന്നെല്ലാം നമ്മൾ പറയുമ്പോഴും അതിന്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ആത്മീയതർത്ഥം, ഉടയവൻ വിളിക്കുമ്പോൾ ഏത് നിമിഷത്തിലും നമ്മൾ പോകാൻ തയ്യാറായി കൊള്ളണം എന്നുള്ള സന്ദേശമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച ലോകത്തിലേക്ക് ആക്കിയവൻ ഏത് നിമിഷം വേണമെങ്കിലും നമ്മെ വിളിക്കാം. ആർക്കും അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. കാരണം നമ്മളായിട്ട് ഈ ലോകത്തിലേക്ക് വന്നതല്ല, നമ്മുടെ ഉടയവൻ നമ്മെ ഈ ലോകത്തിലേക്ക് ആക്കിയതാണ്. അവന്റെ ഇഷ്ടപ്പെടുന്നവരെ അവൻ വിളിച്ച് വേർതിരിക്കും. ഈ സന്ദർഭത്തിൽ ഈ പ്രിയപ്പെട്ട മകളുടെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് പ്രത്യേകം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ, ശക്തി, അനുഗ്രഹങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ദാനം എല്ലാം ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അനുശോചന വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.
ഭാഗ്യകരമായ മണവറയും ആനന്ദകരമായവരും സന്തോഷപ്രദമായ വാസസ്ഥലം നൽകണമേ. അവസാനത്തിൽ മാത്രത്തോടുകൂടെ എഴുന്നള്ളുകയും നീതിയോടെ കുതിരത്തെ ന്യായവിധിക്കുകയും ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്ക് അനുയോജ്യമായ പ്രതിഫലം നൽകുകയും ചെയ്യുന്ന സമയത്ത് നിന്റെ വലത്തുഭാഗത്ത് കുഞ്ഞാടുകളോട് ചേരുവാനും അവിടെ ഒരുമിച്ച് നിനക്ക് സ്ത്രീ സ്തോത്രം പാടുവാനും ഇവൾക്ക് യോഗ നൽകുമാറാകണമേ. അപൂർവീശോ ഓ ശോഭപുര സുബാനോർമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായിച്ചു കളയണമേ. ഞാൻ പാപം ചെയ്തു ചെയ്തു എന്നാൽ ഞാൻ ഭവിച്ചു പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭധരിക്കുകയും ചെയ്തു. നിന്റെ സ്വഭാവം എന്റെ മേൽ തളിക്കണമേ. ഞാൻ വിളിപ്പാ കുടുംബത്തിനായ ഞാൻ ഉണ്മയാകും. സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് തിരുമോചിച്ച് എന്റെ വിധങ്ങളെല്ലാം വായിച്ചു കളയണമേ. ദൈവമേ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉത്ഭുതാക്കണമേ. നിന്റെ തിരുവനന്തപുരം തടികളെ നിന്റെ പരിശുദ്ധാത്മാവിനെ നടക്കുകയുമരുതേ. തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ കർമ്മകാരന്റെ വഴി ലഭിക്കും. പാപികളുടെ തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തവാദം രക്ഷിക്കണമേ. എന്റെ നാം നിന്റെ നീതിയെ സ്ത്രീയും കർത്താവേ. എന്റെ അതിരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായതിന്റെ സ്ത്രീകളെ പാടും. മനസ്സിലായില്ല. ദൈവത്തിന്റെ വിളികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നന്മയണമേ. ഊർജ്ജദേവന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോട് കൂടിയവരിൽ ഹോമകളും ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ഒരുവിടത്തിന്മേൽ കാണും ദൈവമേ ദിവസത്തിൽ
കാരുണ്യം കാട്ടേണം വാഴ്ക്കുമോ ഞങ്ങളിലുളവാവോളം തിരുസന്നിധിയിൽ കൃപ ചെയ്യുക കൃപ ചെയ്യുക ഭാരക്കുമോ തന്റെ കൃപയാൽ അവരെ വരണയില്ലായ്മ അണിയിക്കുകയും തന്റെ ഉന്നത രാജ്യത്തിലേക്ക് തന്റെ ഭക്തരെ ഉയർത്തുകയും യോഗ്യതയേറിയ തന്റെ മണവറയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും തന്റെ ശ്രേഷ്ഠതയുടെ പ്രഭാവത്തിൽ ഉദിപ്പിക്കുകയും തന്റെ മുഖപ്രകാശത്താൽ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വിസ്മയനീയനായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലങ്ങളിലും പുതിയ ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ജീവനുള്ളവരുടെ തലവനും മരുവാങ്ങിപ്പോയുടെ നാഥനുമായ വിശ്വാസംബരാനെ നിന്നിൽ വിശ്വസിക്കുന്ന ഏവരും മരിച്ചാലും ജീവിക്കും. എന്നിൽ സംഗീതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏതാത്മാവിനും ഞാൻ പുനരുദ്ധാനവും ജീവനും രക്ഷകനുമാകുന്നുവെന്ന് നിർവ്യാജമായി നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിന്റെ പ്രത്യാശയിൽ നിന്ന് പ്രാപിച്ചും ഈ താൽക്കാലിക ജീവിതത്തെ വിട്ടുമാറിയിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിനെ ഇപ്പോൾ കൃപയോടെ സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ഏർപ്പെടുത്തണമേ. നിന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ ഞങ്ങളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായ അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുക തരും. ദുഷ്ടന്മാരുടെ നാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സംഘങ്ങളെ സംരക്ഷിച്ചുകൊള്ളേണമേ. നിന്റെ സമാധാന ദൂതന്മാർ മൂലം നിന്റെ വിശുദ്ധന്മാരുടെ ഭാഗ്യകരമായ വാസസ്ഥലങ്ങളിലേക്ക് ഇവിടെ നയിച്ചുകൊള്ളണമേ. വിശുദ്ധനായ ദൈവമേ, നിന്റെ ദാസിയോട് കരുണ ചെയ്യണമേ. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്നിൽ വിശ്വസിച്ചവളായ ഈ ദാസിയെ രക്ഷിച്ചുകൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ, ഇവളെയും നിന്നെ സമ്മതിച്ച് പറയുകയും നിന്റെ ശ്രീഭായെ വന്ദിക്കുകയും പുതിയ ജീവന്റെ വാഗ്ദാനമായ
നിന്റെ ശരീരങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരുത്തനെയും നീ ഉപേക്ഷിക്കരുതേ. ദയാലുവായ ദൈവം തമ്പുരാനെ, മാമോദീസ മൂലം നീ നൽകിയതായ പ്രകാശ വസ്ത്രവും മോനോനാകുന്ന മുദ്രയും ഇവളിൽ നിന്ന് ഒരിഞ്ഞു കളയരുതേ. നിന്റെ രാജ്യത്തിലുള്ള വാസത്തിൽ നിന്ന് ദൂരെ അകറ്റിക്കളയുന്നതായ കഠിന ശബ്ദം ഇവൾ കേൾക്കുവാനിടയാകരുതേ. രണ്ടാം മരണം അനുഭവിപ്പാനും പോകാൻ ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാനും ഇവൾക്ക് സംഗതിയാക്കരുതേ. ഈ മരണം വിശ്വാസികൾക്ക് ഒരു വർക്കം മാത്രമാണല്ലോ. കർത്താവേ, അറിവോടുകൂടെ അറിവുകൂടാതെയുള്ള ഇവളുടെ തെറ്റുകളെ ഇപ്പോൾ പരിഹരിക്കണമേ. നിന്റെ രക്ഷയുടെ തുറമുഖത്ത് ബുദ്ധിമതികളായ കന്യകമാരുടെ ആത്മാക്കളുടെ കൂട്ടത്തിലൂടെയും ക്രമീകരിക്കണമേ. ഇവൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്ന പാപികളായ ഞങ്ങളെ പരിപാകതയുള്ള നടപടികൾക്കും വിശുദ്ധമായ പെരുമാറ്റങ്ങൾക്കും ശക്തി നൽകി സഹായിക്കണമേ. ദോഷരഹിതമായ നിര്യാണത്തിനും നല്ല അവസാനത്തിനും ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. അന്തരീക്ഷത്തിലെ ഉപദ്രവകരങ്ങളായ എതിർപ്പുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കൃപയാകുന്ന ചിറങ്ങളുടെ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ദുഃഖങ്ങളും നെടുവീർപ്പുകളും ഇല്ലാത്തതായ നിന്റെ സന്തോഷഭവനങ്ങളിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യണമേ. ഈ ലോകത്തെ അവസാനിപ്പിക്കുകയും നിത്യലോകത്തെ ആരംഭിക്കുകയും ചെയ്യുന്ന അവസാനത്തെയും ആദ്യത്തേതുമായ ആ മഹാദിവസത്തിൽ നിന്റെ രക്ഷ ഞങ്ങളെല്ലാവർക്കും അനുഭവയോഗ്യമാക്കി തീർക്കണമേ. നിന്റെ തിരുമുഖത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ ബന്ധിക്കരുത്തണമേ. നിന്റെ പുഷ്ടിയേറിയ മേച്ചിൽ ഞങ്ങളെ മേയിച്ചുകൊള്ളണമേ. നിന്റെ പെരുന്നാൾ ആഘോഷത്തിൽ അണിനിരന്ന് നിൽക്കുന്നവരായ സർവരക്ഷിത സംഘത്തോടും കൂടെ നിന്റെയും കാരുണ്യവാനായ നിന്റെ പിതാവിന്റെയും വിശ്വാസികളെ ജീവിപ്പിക്കുന്നതായ നിന്റെ വിശുദ്ധ റൂഹായുടെയും കൃപയാലും മനുഷ്യ സ്നേഹത്താലും നിന്റെ ഭവനത്തിലെ പോഷണം കൊണ്ട് ഞങ്ങളെയും എല്ലാവരെയും പുഷ്ടിപ്പെടുത്തണമേ. ഉത്തമരായ തന്നെ നാം ഓർത്തുപ്പെടുത്തണം. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം പ്രാപിക്കുമാറാകട്ടെ. എപ്പോൾ ഞാൻ
ആളുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം കരേറ്റുവാൻ ഇവിടെ അറിയാക്കുകയും ചെയ്യണമേ. പാർക്കുമാർ സഹതാപം നീ
തിരുനാമത്തിന് മഹത്വം. വെളിയിലേക്ക് വേഗതയിറങ്ങുക, ഒട്ടും വൈകിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഈ ഫ്രീസറുകൾ ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഭവനത്തിൽ എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുവാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രീസർ പിടിക്കുവാനായിട്ട് അല്ലെങ്കിൽ എടുക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നവർ മാത്രം അതെടുക്കുക. പോകാനായിട്ടുള്ള വണ്ടിയായ ആ വണ്ടിയുടെ കാര്യങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. പേരൻസിന് പള്ളിയിലേക്ക്
ശ്രദ്ധിക്കുകയാണ്. ദേവാലയത്തിന്റെ വെളിയിലിരിക്കുന്ന ആളുകൾ ദേവാലയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. ഭൂമി ഉപയോഗമായിട്ട് ആധാരസമാനമായ ഭാഗങ്ങൾ നിൽക്കുന്നത് ദേവാലയത്തിൽ നിൽക്കുന്ന ആളുകൾ ദേവാലയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ടതാണ്. ദേവാലയത്തിന്റെ നിങ്ങൾക്ക് ശരിയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കേണ്ടതാണ്. തിരക്കാലാക്കരുത്. ഇനിയും ആരെങ്കിലും ശരീരം കാണുവാനുണ്ടെങ്കിൽ മുന്നോട്ടോട്ട് സൗകര്യങ്ങൾ ഒരുക്കപ്പെടേണ്ടതാണ് എന്നാണ് കാര്യത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ചുറ്റുമുറിയിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്കും കാണുവാനായി സൗകര്യം ഒരുക്കി കൊണ്ടുപോകേണ്ടതാണ്. ശേഷം നിങ്ങൾക്ക് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇരിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ശ്രേഷ്ഠം നിങ്ങൾക്ക് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കേണ്ടതാണ്. സംസ്ഥാനം ആരംഭിക്കുന്നതിന് തന്നെ കാണുവാനുള്ള ആളുകൾ ശരീരത്തിനെ കാണുവാനുള്ള ആളുകൾക്ക് അതിന്റെ ശേഷം അതിലിരിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പള്ളിയുടെ അകത്ത് തന്നെ നിങ്ങൾ ഇരിക്കുന്ന രീതിയിൽ ക്രമീകരിക്കണം. താഴെ സ്ഥലമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാൽക്കണിയിൽ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ശുശ്രൂഷകളൊക്കെ കൃത്യമായി കാണുവാനായിട്ട് ബാൽക്കണിയിൽ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വൈദിക ശ്രേഷ്ഠതയുടെ നിങ്ങൾക്ക് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. സ്ഥലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ആളുകളുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അവിടെ ഇരിക്കുവാനുള്ള രീതിയിൽ നിങ്ങൾ ക്രമീകരിക്കണം. നിങ്ങളുടെ ഇരിക്കുന്ന രീതിയിൽ ഉപയോഗിച്ച് അതിനുശേഷം മാത്രമേ അതിനുശേഷം സംസ്ഥാനം ആരംഭിക്കുകയുള്ളൂ.
ആരംഭിക്കുകയാണ്. ഈ ദുഃഖത്തിലുള്ള ഇവിടെ ഭയപ്പെടുന്ന ഓരോ വ്യക്തികൾ വചനം പഠിപ്പിക്കുന്നവർക്ക് ഞാൻ ഓർമ്മീതി ഓട്ടോട്ടത്തിന് ശേഷം വിശ്വാസം സത്യീതിയുടെ വാടാതിരിക്കണം. അതിന് ആകാംക്ഷിക്കരുത് എന്ന് പറയുന്നതുപോലെ തന്റെ ശിക്ഷയായ ജീവിതത്തിനിടയ്ക്ക് മാതാപിതാക്കളോടും ബന്ധുമിത്രങ്ങളോടും തന്റെ എല്ലാവരോടും ഒരു ചെറിയ ശിക്ഷയുമായി എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവരോടും കരുണയോടും കർത്തസ്നേഹത്തോടും ഇടപെടുന്നവരായിരുന്നു. നമ്മളിൽ നിന്ന് ദിവസങ്ങളിലേക്ക് മാറിപ്പോയിരിക്കുന്ന പ്രിയരാണ് ഡോക്ടർ ശേഷം ഈ ദേവാലയത്തിന് അല്ലെങ്കിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കുടുംബവുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കും. കടക്കടവുകളിലേക്ക് ശ്രേഷ്ഠം ഇന്ന് കടക്കടന്നു വന്ന വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മംഗളത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവർക്കും ആശ്രയമായിരുന്ന ഒരു കുടുംബാംഗമാണ് ഒരു കുടുംബമാണ് എന്നുള്ളത്. ആ കുടുംബത്തിലേക്ക് രാവിലത്ത് വന്നിരിക്കുന്ന ആരും തന്നെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ മടങ്ങിപ്പോയ കുടുംബത്തിൽ കടന്നുപോയി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ ഈ വൈദികരാരും കടന്നുപോയിട്ടില്ല എന്നുള്ളത് അവരുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ചർച്ചയായി ഈ മാർഗത്തിൽ തന്നെ അനേകം വൈദികർ കടന്നു പോകുന്നത് അഭിനന്ദനീയ ആളുകൾ ഇതെല്ലാം അഭിനയമായ എന്നുള്ളത് മാതാപിതാക്കളിൽ മക്കളെ വളർത്തേണ്ടത് എപ്രകാരമാണ് എന്നുള്ളത് ഈ മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ അവർ വളർത്തിയെടുക്കുന്ന കാലഘട്ടമായിരുന്നു. എല്ലാവരും സ്നേഹത്തോടും സഹവർത്തത്തോടും പെരുമാറുന്നതിന് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത് എപ്രകാരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരുന്നു. അവരുടെ ആവാമിത്യശേഷത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. സൻസർകളിൽ പഠിക്കുകയും തുടർന്ന് ആ സൻസർകളിൽ അധ്യാപികയായി പ്രവർത്തിക്കുകയും ഈ പ്രവർത്തിക്കുകയും ായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് അത് നടന്നിട്ടുള്ളവരായിരുന്നു. കൂടുതൽ പറഞ്ഞാൽ ഈ ഈ അവസരത്തിൽ ഈ മഹിമകളുടെ പരമാവധി അവസരത്തിലൂടെ അവർ ശക്തിപ്പിക്കുന്നതായിരിക്കുന്നത് പ്രത്യാശയിലൂടെ ശക്തിപ്പെടുത്തുന്നത് ആ ആളുകളുടെ ആത്മാവിനെ വീട്ടിൽ പ്രാർത്ഥിക്കാം. അവർ അവരുടെ ദുഃഖത്തിലും ഈ താമസത്തിലും അവർ അവർക്ക് കേൾക്കാനായി നമ്മുടെ പ്രാർത്ഥനയോടെ
ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ ഇടപെടലുകൾക്ക് വേണ്ടി ഇടപെടലുകളുടെ പ്രത്യേക സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇടപെടലുകളുടെ സക്സസ് പ്രതിനിധികൾ മുന്നോട്ട് കടന്നു വന്ന് അവരുടെ സമർപ്പിക്കേണ്ടതാണ്. യൂത്ത് അസോസിയേഷൻ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് അസോസിയേഷൻ ഓർമ്മപ്പെടുത്തുന്നു. മദ്രാസനത്തിന് വേണ്ടിയിട്ട് ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്. അതിനു വേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കോഴിക്കോട് ഭദ്രാസനത്തെ വിദ്യാലയത്തിൽ പേര് കടന്നു വന്ന നാളെ മുതൽ ആ ഭദ്രാസനത്തിലെ വൈദികർക്കെല്ലാം ഒത്തിരി ബന്ധമുണ്ടായി കുടുംബവുമായി.
ഇവിടെ മംഗലാപുരത്ത് കടന്നു വന്ന് ഈ കുടുംബത്തിലെ ആദ്യത്തെ സ്വീകരിക്കാതെ ഒരു വൈദികരും കോഴിക്കോട്ട് നിന്ന് കടന്നു വന്നിട്ട് പോയിട്ട് എല്ലാ വൈദികരും ഇതിന് ഭാഗ്യം ലഭിച്ചവരാണ്. ആ അർത്ഥത്തിൽ ഈ കുഞ്ഞിനോട് വ്യക്തിപരമായിരിക്കുന്ന ബന്ധം ആ ഭദ്രാസനത്തിലെ വൈദികർക്കുണ്ട്, പ്രത്യേകിച്ചും യുവവൈദികർക്ക്. അതുകൊണ്ടാണ് അവരെല്ലാം ഇത്രയും ദൂരം ഈ ഇന്നത്തെ പ്രത്യേക ശുശ്രൂഷകളുടെ എല്ലാ നടുവിൽ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇടയായിത്തീർന്നത് ഈ വൈകിയ വേളയിൽ കോഴിക്കോട് ഭദ്രാസനത്തിന്റെ പേരിൽ, ഭദ്രാസനത്തിന്റെ വൈദികരുടെ പേരിൽ ഉള്ളതായ എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകുന്നു. ഇപ്പോൾ കോഴിക്കോട് ഭദ്രാസനത്തിന് വേണ്ടി ഭദ്രാസനത്തിന്റെ സെക്രട്ടറി അച്ഛനും ജോയിന്റ് സെക്രട്ടറിയും കൂടി ശ്വാസം ഇടുന്നതാണ്. അതിനുവേണ്ടി വഴി ദൈവത്തിന്റെ നിത്യഭാവനയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏത് പ്രായത്തിൽ മരിക്കണം, എങ്ങനെ മരിക്കണം എന്നുള്ളത് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനെതിരെ ചിന്തിക്കുവാനും പിന്നെ സസർഗത്തിൽ ഇനി കാണാൻ പറ്റില്ലല്ലോ, ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നറിയുന്നു. അവരുടെ പാഠം മാത്രമല്ല, എല്ലാവരുടെയും സംഘടന തന്നെയാണ് ഇനി എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മുടെ വിശ്വവിഷ്ണുക്കളായ ഒരു ചിന്ത തന്നെയാണ്. കാണാൻ പറ്റില്ല ശരീരങ്ങളോടും കെട്ടി അടയ്ക്കുമ്പോഴും സിമിതിയിലേക്ക് കിടക്കുമ്പോഴും അലമുള്ളത് എൻ്റെ മക്കളുടെ കൊണ്ടുപോകല്ലേ എന്നാണ്. ഇനി ഞങ്ങളെ എങ്ങനെ കാണുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ അച്ഛന്മാരും ചിന്തിക്കുന്നത് പോലെ തന്നെ വർഷക്ഷണങ്ങളാണ് വേണ്ടത്. അതുപോലെ ചർച്ച നടന്നതാണ്. അതിനുവേണ്ടി ആ ഭാഗത്തേക്ക് ഈ സമയത്ത് കണ്ടിട്ടില്ല. മലയാളക്കാരാണ് ഏറെ സംഘടന. ഞാൻ മാത്രമല്ല എല്ലാവരും എന്നുള്ളതായ എല്ലാ അച്ഛന്മാരുടെ ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളെ പ്രതികരിച്ച് വെട്ടിക്കുന്നൽ ഫാമിലിയെ പ്രതികരിച്ച് ഇത്രയും ബഹുമാനപ്പെട്ട PC ചെറിയ നമ്പറുകൾ രണ്ടു വാക്കിൽ അനുശോചനം അറിയിക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വേർപാട് ദുഃഖം അതും ഈ പ്രായത്തിൽ ഒരു കുഞ്ഞ് നമ്മൾ വേർപിരിയുമ്പോൾ ആ വേർപാടിന്റെ ദുഃഖം നമുക്ക് സഹിക്കാൻ കഴിയും. ദൈവബന്ധമോ ദൈവതയുടെ ദൈവതയുടെ മതമഹത്വപ്പെടുത്തട്ടെ എന്ന് ബൈബിളിൽ അത് ആധാരമാക്കി നമ്മൾ ചിന്തിച്ചാലും മാതാപിതാക്കൾക്കും കുറ്റബന്ധുക്കൾക്കും ഒരിക്കലും അത് ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രം. ഞാൻ ചെറിയ ബോംബെയിലാണ് നാം താമസിക്കുന്നത്. വിശേഷയുടെ എൻ്റെ അമ്മ
മുതൽ 2007 വരെ മംഗലാപുരം വൈഫേസിനെ നിപുണമായി സഹോദരന്മാർ എനിക്ക് സാധിച്ചത് ഒരു നിമിച്ച പ്രവർത്തനം. അന്ന് കുഞ്ഞാണ് അപ്പച്ചാചാരോട് തളിയുകയും അവർക്ക് വേണ്ട ആഹാരം എണ്ണയുണ്ടാക്കുകയും പല സന്ദർഭങ്ങളിലെല്ലാം അവർക്ക് ആവശ്യമായ ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കിക്കൊടുക്കുകയും കാരണം വളരെ പോസിറ്റീവ് എനർജിയുള്ള അവളെ ജനിച്ചല്ലാതെ ഒരിക്കലും വ്യക്തിയെ കണ്ടിട്ടില്ല. വളരെ അംബീഷ്യസ് ആയിരുന്നു. ആദ്യം പറയാൻ എനിക്ക് എയറോസ്പേസ് അങ്ങനെ ഞാനും മോളും തമ്മിൽ വളരെ സ്നേഹമുള്ള 3 വർഷങ്ങൾ. അതിനുശേഷം എല്ലാ വർഷവും അവരിങ്ങോട്ടും ഞങ്ങൾ ഇങ്ങോട്ടും വരുമായിരുന്നു. എൻ്റെ മക്കളുടെ എല്ലാ വിഭാഗത്തിലും മോനും കുഷിയും മോനും എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കുടുംബമായിട്ട് സംബന്ധിച്ചിരുന്നു. കഴിഞ്ഞ മോഡൽ വിവാഹത്തിന് ഞങ്ങൾ കുടുംബമായി വന്ന് അതിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചു. ഏറ്റവും പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്ന ഈ സൺഡേ സ്കൂൾ കാര്യങ്ങളിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എഡ്യൂക്കേഷൻ കോമ്പറ്റീഷനും എല്ലാം ഉപന്യാസത്തിനൊക്കെ എന്നെ കൊണ്ട് അവള് എഴുതിച്ച് പഠിച്ചിട്ടായിരുന്നു എന്ന് ബഹുമാനമായി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വിളിച്ച് പറഞ്ഞു ഒരു ആക്സിഡന്റ്. പക്ഷേ ആക്സിഡന്റ് അത് ഞങ്ങളുടെ മനസ്സിനെ ഒരിക്കലും കഴിഞ്ഞു. എങ്കിലെങ്കിലും ദൈവം ആശ്വസിപ്പിച്ചു. ഞങ്ങൾ അവരെ ഒരു പരിപാടിയും പോരാരാതിരുന്നില്ല, ഒരു കാലാറ്റും അടങ്ങാതിരുന്നില്ല, ഒരു ലാലാതിരുന്നില്ല, ഒരു രോഗവും കുറയാതിരുന്നില്ല. തിരമാലയും അമരമലരികയും അവരോട് ദൈവം അവിടെ കുടുംബത്തെ കാത്തുസൂക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദുഃഖാകാരായിരുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരും അനുശോചനമായി ദൈവം അവരെ ആയാസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയമ്മ തിരുമേനി എന്നെ അറിയിക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ചെയ്യുകയും കൊച്ചമച്ചയുടെയും എല്ലാവരുടെയും നാമത്തിൽ അനുശോചനം അറിയിക്കുന്നു. നമ്മുടെ നിര്യാതയായ അദ്ദേഹത്തിന് പാടിയില്ല. എനിക്ക് ഇനിയും ദൈവമേ എനിക്ക് അവസരമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. നമ്മളിത് വാങ്ങിപ്പോയിരിക്കുന്ന ഡോക്ടർ ജയ്ഷയുടെ പിതാവ് ജോൺ തോമസ്, അദ്ദേഹം കൊങ്കൺ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഒത്തിരി ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് ഒരു വാക്ക്, അവർക്ക് ഈ മകൾ സ്വന്തം മകളെ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അവർക്കൊരു വാക്ക് അനുശോചനം പറയുവാനായിട്ടുള്ള സമയം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൊങ്കൺ റെയിൽവേ പ്രതികരിച്ചുകൊണ്ടേ ബഹുമാനപ്പെട്ട മനോജ് സ്വാമി സന്ദനം ക്ഷണിച്ചു. അതുകൊണ്ട് പിതാക്കന്മാർ ബാക്കി എല്ലാ കർമ്മികളും
നമസ്കാരം. എനിക്ക് ഈ വേളയിൽ ദുഃഖത്തിൻ്റെ ഈ വേളയിൽ കൂടുതൽ പറയാൻ പറഞ്ഞവരുടെ ജീവിച്ച് എനിക്ക് അറിയാല്ല നിത്യതയിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നിപ്പം പറഞ്ഞു. അങ്ങനെ ശേഷിക്കാൻ ഒരു വ്യത്യാസം. എനിക്ക് തോമസിനോട് എൻ്റെ സഹപ്രവർത്തകനാണ് ഒരുപാട് സ്റ്റാഫ് ശേഷം തോമസേ നിന്റെ മകൾ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരും തോമസിന്റെ വീട്ടിൽ വന്ന് ആദ്യത്തെ ഈ ദുഃഖവേളകളിൽ നിങ്ങൾ കുടുംബത്തിൽ പരിപൂർണ്ണ ശക്തി ഈ ഇതിൽ നിന്ന് മോചനം, ഈ ദുഃഖത്തിൽ നിന്ന് മോചനം മാത്രമേ എല്ലാവരോടും അറിയിച്ചു. ഇപ്പോൾ ചെറിയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി PC തോമസ് അവர்கள் 2 വാക്ക് അനുശോചനം അറിയിക്കുന്നു. ദൈവത്തിന്റെ അതികൃഷ്ണം പാട്ടുപെടുവാനാകട്ടെ. അഭ്യർത്ഥന അനിവാര്യമായി ശ്രേഷ്ഠരാഗീകരെ ദുഃഖത്തിലായ കുടുംബാംഗങ്ങളെ സ്നേഹിതരെ സഹോദരങ്ങളെ എല്ലാവരും ഞാൻ എൻ്റെ അമ്മാച്ചാച്ചൻ്റെ മകൻ, എൻ്റെ അമ്മയുടെ മകൻ ആണ് പ്രസാദ് തോമസ്. കോട്ടയത്തെ ആങ്ങാനടുത്താണ് നമ്മുടെ വീട്. എൻ്റെ അമ്മയുടെ ആങ്ങാനടുത്താണ്. അവിടെ നിന്നാണ് ഞാൻ എന്നെ ക്ഷണിച്ചത്. എൻ്റെ മൂത്ത അമ്മാച്ചാച്ചൻ ഇവിടെ ജോലി ശേഷമായി ഇവിടെ എല്ലാവരും എത്തിയത്. അമ്മായിമായും അവരെ രണ്ടുപേരും വളരെയേറെ പ്രയത്നിച്ച് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സ്നേഹിക്കുകയും 4 പെണ്ണുങ്ങൾ ഒരു മകനുമായി അവരെ വളരെയധികം അധ്വാനിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി പെൺമക്കളെ വിവാഹം കഴിച്ചുകൊണ്ടുപോകാൻ പ്രസാദാനം നല്ല ദൈവം. ഞാൻ വളരെ വ്യക്തിപരമായി ഇടയ്ക്കിടയ്ക്ക് വേണ്ടി ഞാൻ അമ്മമാരി നഷ്ടപ്പെടുകയാലും തന്നെയാണ്. ഒരു 100 വയസ്സായ എൻ്റെ അമ്മ അച്ഛൻ എന്ന വേദന നമുക്കുണ്ട്. വിശേഷിച്ചും ഈ ചെറിയ പ്രായത്തിൽ ഈ മോള് നമ്മളെടുത്ത് പോയി നമുക്കാർക്കും അവരെ ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല. ഒരു വാക്കുകൊണ്ട് പോലും നമുക്കാർക്കും ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല. സ്വർഗീയ സമാധാനം അവരുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചെറിയ കുടുംബത്തിൽ ഒത്തിരി അമ്മയുണ്ട്. അതിലൊരു അമ്മയാണ് താമസമാക്കുന്നത്. എന്നാൽ ഏറ്റവും ഐശ്വര്യമായ ഞങ്ങൾക്ക് സാധിച്ചു. ധാരാളം മറ്റേ സഭാചാരങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് താമസിക്കാൻ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ടാക്കിയതായ കാരണം ഉഷയാണെങ്കിലും വളരെ താല്പര്യത്തോടെ വരുന്ന എല്ലാവരും ഒക്കെ ചെയ്യുന്ന സന്തോഷത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരതിനുവേണ്ടി ദൈവം ഇങ്ങനെ ഒരു പ്രയാസമാണ് ജീവിതത്തിൽ ഉണ്ടായാൽ ഒന്നൊന്നും അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ദൈവത്തിന്റെ ദൈവനാമത്തെ ഒന്നും പറയാൻ സാധിക്കില്ല. ഞാൻ ഈ ചെറിയ ഇതിന്റെ എല്ലാ അനുശോചനങ്ങളും എല്ലാ വേദനയുള്ളതായ പ്രത്യേകിച്ച് എല്ലാവരെയും അറിയിച്ചുകൊണ്ട്
ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്ത് ശേഷത്തിനും പ്രാർത്ഥന അറിയിച്ചുകൊണ്ട് ഇതിന് അവകാശം എല്ലാവരും അനുവദിക്കുന്നു. ഇപ്പോൾ ഓണവർ മിഷന് വേണ്ടി ഫാദർ സംഘിച്ച ക്ഷണിച്ചു. ദൈവത്തിനാമം മാറ്റപ്പെടുമാറാകട്ടെ. അഭിനേതാക്കന്മാരെ, ബഹുമാന്യരായ വൈദിക സഹോദരന്മാരെ, എങ്ങനെയാണ് രേഖപ്പെടുന്നറിയില്ല. എത്ര പാത്രത്തിൽ പോയ ഒരു അന്തരീക്ഷമാണ് ഈ നിയമാലയം ബന്ധപ്പെട്ട നിശ്ചയിച്ച് നാം എല്ലാവരും നമ്മുടെ ജോൺ തോമസ് മരണങ്ങളുടെ യാഥാർത്ഥ്യമാണ് മാറ്റി താത്താൻ ആർക്കും അടിയില്ലാതാണ്. ഈ ഭൂമി സൃഷ്ടിച്ചായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാൽ നമ്മൾ അതിന് ഉദാഹരണമാണ് ഈ ശേഷമാണ് 27 വർഷക്കാരെ ജീവിച്ച് മാതാപിതാക്കളോട് തന്റെ ജീവിതം അപ്പോഴോടെ ഇടയ്ക്ക് വിളിക്കുകയുണ്ടായി. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ നിരീക്ഷിക്കുന്നതല്ല. ഈ മാളാളിന് ശേഷം ദൈവമാണ് നേരത്തെ മടക്കി വിളിച്ചത് നമുക്ക് വിശ്വസിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഏത് വിശ്വാസം എന്നറിയാനാകുന്നത് 24 ഭാഗങ്ങളായി വായിക്കാറില്ല. വൈകിട്ട് വിധപ്പെടുന്നുള്ളത് പൂർവ്വ വിശേഷിയാളുകൾ സംശയിക്കാതെ വെച്ചുകയാണ്. അങ്ങനെ ജീവിതത്തിന് ശേഷം ആ പുഷ്പത്തിന്റെ പറയുന്ന കാര്യങ്ങളാണ് ദൈവമാണ് ദൈവത്വം മാറ്റാത്ത കാര്യമാണ്. ഈ എന്റെ ചെറുപ്പം അവിടുന്ന് ചിരിച്ചു പോയപ്പോഴും ഞങ്ങൾ ഒരു
പരിശുദ്ധ സഭയുടെ അങ്കമാലിപതിനാസനം പെരുമ്പാവൂർ മേഖലയുടെ മെത്രാപ്പൊലീത്തയായിരിക്കുന്ന ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഈ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കുവാനായിട്ട് ഈ കുടുംബത്തോടുള്ള ബന്ധത്തെ പ്രതിയാണ് അഭിനയ പിതാവ് കടന്ന് എഴുന്നള്ളി വന്നിരുന്നത്. അഭിനയ പിതാവ് ഇപ്പോൾ ഈ കുടുംബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അനുശോചനം അറിയിക്കുന്നതാണ്. വൈദികര്, ബഹുമാനപ്പെട്ട വൈദികര്, ഈ സഹോദരിയുടെ കുടുംബാംഗങ്ങളെ, ദീർഘമായ അനുശോചനത്തിൻ്റെ അവസരമല്ല. സഭയിലെ തിരുമേനിമാരെല്ലാം ലെബനോനിൽ പോയിരിക്കുകയായതുകൊണ്ട് മറ്റ് തിരുമേനിമാർക്കൊന്നും ഇവിടെ സംബന്ധിക്കുവാൻ സാധിച്ചില്ല. ഈ സന്ദർഭത്തിൽ പരിശുദ്ധ സഭയുടെ അനുശോചനം കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശ്രേഷ്ഠ ബാബ തിരുമനസിന്റെ അനുശോചനവും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. നാം എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നതിലല്ല അതിൻ്റെ മീനിങ്. ഹൗ ഡിഡ് വി ലിവ്, നാം എങ്ങനെ ജീവിച്ചു എന്നതിലാണ് ജീവിതത്തിൻ്റെ പർപ്പസ് അടങ്ങിയിരിക്കുന്നത്. ലൈഫിൻ്റെ എക്സ്പെക്റ്റൻസിയേക്കാളുപരി ജീവിതം എങ്ങനെ നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരും ജീവിതം ദീർഘമായി ജീവിക്കുന്നതിനൊക്കെ നമുക്ക് ലഭിച്ച സമയം മീനിങ് ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്നത്തെ ഇംഗ്ലീഷ് സിലബസിൽ ഒരു കവിതയുണ്ടായിരുന്നു, ഇറ്റ് ഈസ് നോട്ട് ഗ്രോയിങ് ലൈക്ക് എ ട്രീ. അന്ന് പഠിക്കുന്ന കാലത്ത് എനിക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം പിടികിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞാനത് റീഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ കവിതയുടെ അർത്ഥം പിടികിട്ടുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഗ്രോയിങ് ലൈക്ക് എ ട്രീ എന്ന് പറയുന്ന കവിതയിൽ ഓക്കും മരവും ലില്ലിപ്പൂവും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ആ പോയിന്റ് നടത്തിയിരിക്കുന്നത്. കമ്പാരിസൺ ബേസിക്കലി ബേസ്ഡ് ഓൺ അതിൻ്റെ ലോങ്. ഓക്കുമരം വളരെ വലുതാണ്, ലില്ലിപ്പൂ അപേക്ഷിച്ച് വളരെ വലുതാണ്. ലില്ലിപ്പൂ എന്ന് പറയുന്നത് വളരെ ചെറുതുമാണ്. ലില്ലിപ്പൂവിൻ്റെ എക്സ്പെക്റ്റൻസി വളരെ കുറവാണ്, ഓക്കുമരത്തിൻ്റെ ആയുസ് വളരെ വലുതാണ്. ജനം ഓക്കുമരത്തേക്കാൾ ലില്ലിപ്പൂവിനെ സ്നേഹിച്ചു എന്നാണ് ആ കവിതയിൽ പറയുന്നത്. അത് മനുഷ്യജീവിതവുമായിട്ട് കമ്പയർ ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഹൗ ലോങ് വി ലീവ്, ഓക്കുമരത്തെ പോലെ വിശാലമായി വലുപ്പമുള്ളതിനേക്കാൾ ഉപരി ലില്ലിപ്പൂവിൻ്റെ ഫ്രാഗ്രൻസ്, ലില്ലിപ്പൂവിനെ താലോലിക്കുവാൻ ജനം ആഗ്രഹിച്ചു, അതിനെ തൊടുവാൻ ആഗ്രഹിച്ചു. ലില്ലിപ്പൂവിൻ്റെ ജീവിതം വളരെ ഷോർട്ടാണ്. അദ്ദേഹം അങ്ങനെ ആ കവിതയുടെ അവസാനം പറയുന്ന മനുഷ്യ ജീവിതം ലില്ലിപ്പൂ പോലെ ഫ്രാഗ്രൻസ് ആകട്ടെ. ഹൗ ലോങ് വി ലീവ് എന്നതിനേക്കാൾ ഹൗ ഡിഡ് വി ലീവ്, നമുക്ക് ദൈവം തരുന്ന ജീവിതം, ക്ഷണഭങ്കുരമായ ജീവിതം, അത് ഫ്രാഗ്രൻസായി ഒരു ലില്ലിപ്പൂവിനെ പോലെ ഫ്രാഗ്രൻസായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം, കൂടാരമായ
ഭൗമിക ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കിയിരിക്കും. പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തെ ടെൻറ്റിനോടാണ് ഉപമിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ടെൻറ്റ് നിർമ്മിക്കുന്നയാളായിരുന്നു, ടെൻറ്റ് ബിൽഡറായിരുന്നു. ടെൻറ്റിന് ലോങ്ങായ ലൈഫില്ല. മനുഷ്യ ജീവിതം കൂടാരം പോലെ തകരുന്നതാണ്. എന്നാൽ വളരെ വിശാലമായ നിത്യതയുടെ കൂടാരം ദൈവം നമുക്കായി നിർവഹിച്ചിരിക്കുന്നു. വാക്കുകൾ സംഭരിക്കട്ടെ. ഓരോ മരണവും നമ്മുടെ മാനസാന്തരത്തിൽ നയിക്കണം എന്നാണ് പിതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. സഭാപിതാവായ മോർ അത്തനേഷ്യസ് 4th century ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിങ്ങിൽ അദ്ദേഹം പറയുന്നുണ്ട്, എക്സ്പെക്ട് സെറ്റ് യുവർ ഡെത്ത് ഓൺ എ ഡെയിലി ബേസ്. മരണം ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ കണ്ട് എന്നും മരണത്തെ കാണാൻ സാധിക്കുക, എന്നും മരിക്കുമെന്നുള്ള ചിന്ത. സെറ്റ് ഡെത്ത് ഓൺ എ ഡെയിലി ബേസ്. ദിനംദിന ജീവിതത്തിൽ മരണത്തെ എക്സ്പെക്ട്. യു മേ നോട്ട് കമ്മിറ്റ് സിൻ. അങ്ങനെയുള്ളവർക്ക് പാപം ചെയ്യുവാൻ സാധിക്കുകയില്ല. നമ്മൾ ഇന്നല്ലേ നാളെ ഏത് നിമിഷവും ലോകം കടന്നു പോകുമ്പോൾ ഓരോ മരണവും മനസ്സന്ധതയ്ക്ക് നയിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കുടുംബാംഗങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുശോചനം അറിയിച്ച അഭിനയ പിതാവിനോടുള്ള നന്ദി തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവായിരിക്കുന്ന യാക്കോബ് മോർ അന്തോണിയാസ് മെത്രാപ്പോലീത്ത, അഭിനയ പിതാവ് മറ്റു മെത്രാപ്പോലീത്തന്മാരോടൊപ്പം പത്രിക അരമനയിൽ വെച്ച് നടക്കുന്ന മെത്രാഭിഷേകത്തിന് വേണ്ടിയിട്ട് ലെബനോനിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ അഭിനയ പിതാവ് കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ച് അവരോടുള്ള അനുശോചനം അറിയിച്ചിരുന്നു. ഇപ്പോൾ അഭിനയ പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ അഭിനയ പിതാവിന് വേണ്ടിയിട്ട് അനുശോചനം ഈ കുടുംബാംഗങ്ങളെ ഒരിക്കൽ ആണ്. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം പൗരസ്ത്യ സുവിശേഷ സമാജത്തിന്റെ മെത്രാപ്പോലീത്തയായിരിക്കുന്ന മർക്കോസ് മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്തയും ഫോണിൽ വിളിച്ചിരുന്നു. അഭിനയ പിതാവും ഈ കുടുംബത്തോടുള്ള അനുശോചനം അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അഭിനയ പിതാക്കന്മാരുടെ അനുശോചനം കുടുംബാംഗങ്ങളോട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ജയ്ഷയെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് പൂനെയിൽ താമസമാക്കിയിരിക്കുന്ന മാളിയേക്കൽ കുടുംബത്തിലേക്കാണ്. ആ കുടുംബാംഗങ്ങൾ കോട്ടയം സ്വദേശികളാണ്. അവിടെ നിന്ന് അനേകം മക്കൾ കടന്നു വന്നിട്ടുണ്ട്. ആ കുടുംബാംഗങ്ങളുടെ ബന്ധുമിത്രാദികളുടെ അനുശോചനവും ഇപ്പോൾ ഇവിടെ അറിയിക്കുകയാണ്. വളരെ കുറച്ച് ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ആ മകൾ അവരോടൊപ്പമായിരുന്നുവെങ്കിലും വളരെ വർഷങ്ങൾ മുമ്പുള്ള ഒരു ബന്ധം പോലെ അവർക്കെല്ലാവർക്കും ഫീൽ ചെയ്തിരുന്നു എന്ന് ആ കുടുംബാംഗങ്ങൾ അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ അവരുടെ അനുശോചനവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ജയ്ഷ പഠിച്ച എനപ്പോയ ഡെന്റൽ കോളേജിൽ നിന്ന് BDSന് പഠിച്ചിരുന്നത് എനപ്പോയ ഡെന്റൽ കോളേജിലായിരുന്നു. അവിടെ നിന്നും അവിടുത്തെ പ്രിൻസിപ്പാൾ ഡോക്ടർ അക്തർ ഹുസൈൻ, അതുപോലെ അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫ്, അതുപോലെ അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സ്, അവരെല്ലാവരും ഒരു അനുശോചന സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ഈ കുടുംബാംഗങ്ങളോട് പ്രത്യേകമായിട്ട് ആ കോളേജിന് വേണ്ടിയിട്ടുള്ള അനുശോചനം ഇപ്പോൾ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഇടവകയുടെ അനുശോചനം ഈ കുടുംബാംഗങ്ങളോട് അറിയിക്കുന്നു. ഇപ്പോൾ 1-2 കാര്യങ്ങൾ, ഒരു ക്രമീകരണങ്ങൾ നിങ്ങളോട് അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് മൃതശരീരം പെട്ടിയിലേക്ക് മാറ്റുന്ന സമയമാണ്. ആരും എഴുന്നേൽക്കരുത്, അവിടെ ഇരുന്നാൽ മതി. ആരും എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല, ബന്ധപ്പെട്ട ആളുകൾ മാത്രം എഴുന്നേറ്റാൽ മതി. ഫ്രീസർ മുന്നോട്ട് മാറ്റി ആ പെട്ടിയിലേക്ക് മാറ്റുവാനായിട്ട് ആളുകളെ ക്രമീകരിച്ചിട്ടുണ്ട്. അധികം ആളുകൾ മുന്നോട്ട് കടന്നു വന്ന് ആ ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സമുണ്ടാക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന മക്കൾ മാത്രം അത് ചെയ്താൽ മതി. ഇനിയും ആരെങ്കിലും മൃതശരീരം ദർശിക്കുവാനുണ്ടെങ്കിൽ അവർക്കുള്ള അവസരം ഉണ്ടായിരിക്കും. പെട്ടിയിലേക്ക് മാറ്റി മൃതശരീരം പെട്ടിയിലേക്ക് ഇറക്കി വെച്ച് ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളിപ്പോൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം എന്ന് സംസ്ഥാന പുസ്തകമുണ്ടോ? സംസ്ഥാന പുസ്തകം ഇടത്തോട്ടോ വലത്തോട്ടോ?
അല്ല പാട്ട് പാടാം. നീ കണ്ടന്നെ ഞാനില്ലായകെ കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹ നീ ഉയരേകിൽ പാഴാഞ്ഞ സ്നേഹിതരാ സഹദേന്മാരെ മൂടി ജോടിച്ച നീതി പ്രിയനേ ഈ ദാസിയനീ കന്യകളെ പോൽ ചൂടാഭരണം ചൂടിക്കണം എന്നേക്കും സ്തുതിദാതന്യം നദിയും നനനും രോദിശാന്യം നാദാമൃദയ മീദാസിക്ക് ഗണമാശ്വാസം നിരസിച്ചോടെ രാജകുമാരൻ പാർപ്പിക്കും മണിയറതന്നിൽ നീ സ്നേഹനവരുടെ നാട് നിവസിപ്പിക്കും കോട്ടായി നിൻ സ്ലേവ ഭീകരമാ കടവതിരാന്നു പാഴിരോട് സേന നിവഹത്തെ പായിക്കട്ടെ സ്നേഹ താകോല
ശവസംസ്കാര ക്രമത്തിലെ അവസാന ശുശ്രൂഷ ഇവിടെ വെച്ച് നടത്തുന്നു. സെമിത്തേരിയിലെ സ്ഥലപരിമിതി കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നിർവഹിച്ച ശേഷമാണ് മൃതശരീരം കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നു അറിയിക്കുന്നു. ബറക്കുമോർ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. പാപികളാടിയാരോട് പറയുന്ന മനുഷ്യരാജാവിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. സ്രോതലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ മകളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പ്രവേശിച്ചോളമേ. തുടർന്ന് ശക്തി നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിന്റെ കൂടെ നീ വാഴ്ത്തപ്പെടാവുന്നു. നിന്റെ കർത്താവേ വാഴ്ത്തപ്പെടാവുന്നു. ദൈവാദശന്റെ അമ്മേ, പാപികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ സ്മേഹത്തിൽ പുരാണ വീഴ്ചോൾമേ. ഈ താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ വ്യർത്ഥമായ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവുമാണ് നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാല നയിക്കപ്പെടുവാനും അവിടെ വെച്ച് പ്രസന്നതയോടുകൂടെ നിന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. പ്രാർത്ഥന തിരുമുമ്പ് അതിൽ വീണവരെ തുണയറ്റൊരു പോലായി ഞാൻ ബാരക്കുമോ സൗഭാഗ്യ നിങ്ങൾക്ക് തിരുമയ മോചനവേഗം തിരുരക്തമതോ നിങ്ങളെ നിർത്തിയിടോ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. സ്ത്രീസ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നത്യവും ഇടപെടാതെ സദാ നേരങ്ങളിലും നിറയേറ്റുവാനിടയും യോഗ്യരായി തീരണമേ. ആത്മാക്കൾ തൃഷാവും ശരീരങ്ങളുടെ നിർമ്മിതാവും ആയ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ ഒപ്പം ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷമിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ മരണാനുശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകലവരും നാടുകളിലും നഗരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ ബക്കുൽഹുനിയോമോ സ്വഹായ
ദാസൻ മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ ഭവയും ജീവനും മറവിയും സകലത്തിന്റെയും സൃഷ്ടിതാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ ദൈവം തമ്പുരാനെ നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മകനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നുവല്ലോ. യാതൊരു രഹസ്യം നിന്റെ ദിവ്യ പൃഷ്ടിക്ക് ഗോചരമല്ലോ. ആലോചനയുടെയാകും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങളുടെ പരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മയച്ചു കളയുവാൻ മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ നിന്റെ വത്സരപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കും. താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്നും ശ്രേഷ്ഠ മനസ്സുമായ ലോകത്തിലേക്ക് അടികൾ അയക്കപ്പെടുന്നു. കർത്താധികർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവയും ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധി ഞങ്ങളപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാനമലാകമാർ മൂലം ഇവിടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. ദൈവമേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് ഇവിടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തുമാറാകണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ടമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സ്വർഗീയ സേനകൾക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യ പ്രീതിയാൽ ഇവളുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വരവൽക്കരം ഇവൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവളെ ഉദ്ധരിക്കുമാറാകണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്നും ഇവളെ സംരക്ഷിച്ചുകൊള്ളുമാറാകണമേ. ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവളെ നീ വിധിക്കരുത്. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാവുന്നുവല്ലോ. ദൈവമേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിലും വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഇവളിലും ഓർക്കുമാറാകണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ പുത്രന്റെ പീഡാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ച പോകത്തക്കവണ്ണം നിന്റെ വരുന്ന ഇവളിൽ ഉണ്ടാകുമാറാകണമേ. ദൈവമേ, തിരുവന്നാമ ഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നവരെ ഈ നിന്റെ മകൾക്ക് നീ കോട്ടയും അനുയായിയും കാവൽക്കാരനും സഹായിയുമായിരിക്കണമേ. അവരെ അത്യന്തമില്ലാത്തതായ നിന്റെ മഹിമയിൽ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ടായ എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് നീ കൃപയരുമാറാകണമേ. ദൈവം തമ്പുരാനെ, നിന്റെ ആരാധകരായ അടിയകളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ
അന്ധകാരത്തിന്റെ ദുഷ്ടാസനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം അടിയങ്ങളും അനുഭവിക്കുമാറാകണമേ. ദൈവമേ, നിന്റെ കരുണാദൃഷ്ടിയാൽ അടിയങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതമായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏതോ സ്ഥാനത്തും അവരുടെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മസിഹായിലുള്ള പ്രത്യാശയിൽ മുൻപോട്ട് നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രതീക്ഷയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും അടിയങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന അങ്ങയുടെ ഇറയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖത്തോടുകൂടെ എതിരേൽക്കുവാൻ അടിയങ്ങളും കാത്തിരിക്കുന്നു. ദൈവം തമ്പുരാനെ, മുൻപോട്ട് എതിർ പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ ദൈവത്വത്തിന്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആത്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്നവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകോത്രനെയും നിന്റെ പരിശുദ്ധമായും സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തീരുമാറാകണമേ. ഹോശോ വേഗം വന്ന് തേടേണ പ്രതിദാനം നേടുമ്പോൾ തുണയാകില്ലൻ നേട്ടങ്ങൾ പൊന്നിന് വിലയവിടെങ്ങും അങ്ങേശോയ ദേവേശൻ വിധിപീഠത്തിലിരിക്കുന്നു ധനികര പുണ്യമതില്ലെങ്കിൽ ധനമാലംബം നൽകില്ല ദീനന ശുദ്ധത ഇല്ലെങ്കിൽ ദീനഭയം തുണയേകിടാം സത്തവനെ വത്സലനെ തോന്നണമേ നാർത്തിച്ചിട ശിഖരാജാവേശകം ക്ലേശം ദേവരേശാം ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസന്മാർക്ക് ആശ്വാസം മംഗളപൂർവം നൽകണം. നാം ദൈവാത്മരായിട ജനകന്മാരെ ദൈവധനോദം സ്വർഗത്തിൽ ആശ്വാസമുള്ള കോപ്പമോ കേ
പലതരമുപദേശങ്ങളോ പാലിമുളച്ചു പരക്കുന്നു. ദൈവത്തിൻ്റെ ഉപദേശം അവസാനിപ്പിക്കും. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കരെ 4 നിന്നും ആഹായ് ബാറക്മോ. സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിർവാഹിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവേൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെ അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിന് ഒരുവെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ല എന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാലാഖമാരുടെ അകമ്പടി ശബ്ദം, ദൈവത്തിന്റെ കാഹളധ്വനി ഇവയോടുകൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അപ്പോൾ മനുഷ്യയാൽ ഉൾപ്പെട്ടവരായ മരിച്ചവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടുകൂടി ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിച്ചുകൊള്ളുവിൻ. ആയ് ബാറക്മോ. പ്രീതിപ്പെട്ടിടണമേ അടിയാന് ഏറും കൃപയാലിവളെ രക്ഷിക്കാം. ബറഖ്മാർ ശമാൽ കുൽഖോടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. എവൻഗലിയോൻ ഗാദിശ്വതമറാനേശുവം ശീഖം കോറോസോസമഖ്യാനി സമന്മത്തായി ശ്ലീഖോ മാർസോന മഗറേസ് ആയോ വാഴ്ത്തപ്പെട്ടവനാകുന്ന നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ജനസ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ കരുണയും നീക്കും ഉണ്ടായിരിക്കട്ടെ. സബ്നോഹാക്കിൽ സംദോറോനോസേദ് മോറൻ വാലോഹാൻ ഫറൂഖ് ദിലാൻ യേശുവം ശീഖാമൽ സ്വദായ റുദ്ബാസാർ മേൽ സുൽത്താഖാദിസ് മറിയം ബറക്മോർ ഹോലേന്ദേൻ ഹോക്കാനുഹുവായി വിശ്വസിച്ച് ഏറ്റുപറയുന്നു. വീണ്ടും സ്വർഗരാജ്യം മണവാളിന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് ദൈവേക്ഷികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യമാർ സദൃശ്യമായിരിക്കും. അവർ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദൈവേക്ഷികൾ എടുത്തു, എണ്ണ കൂടി എടുത്തില്ല. ആ ബുദ്ധിമതികളാവട്ടെ തങ്ങളുടെ ദൈവേക്ഷികളോടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും ഒന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവന്റെ എതിരേൽപ്പിന് പുറപ്പെടുകയെന്നുള്ള ആർപ്പുളി ഉണ്ടായി. അപ്പോൾ ആ കന്യമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേക്ഷികളെ തെളിയിച്ചു. ആ ബുദ്ധിമതികളോട് ഇതാ ഞങ്ങളുടെ ദേവികൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിരുന്ന കുറെ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ വാങ്ങുവാൻ പോവേനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വരുന്ന ശാലയിൽ പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കമാ മറ്റേ കന്യകമാരും വന്ന് പ്രഭോ പ്രഭോ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവനുത്തരമായിട്ട് അവരോട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്കറിഞ്ഞുകൂടാ
അറിയാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയോടെ ഇരിപ്പീൻ എന്നുള്ള കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. ബാറക്മോർ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ ക്രിയലായി നീറ്റു ചൊല്ലണം. മരണമുള്ളത് ഞങ്ങളുടെ അർഹത്തുണ്ടായി യഥാർത്ഥ ജീവനെന്നും സ്വതന്ത്രനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടെ ഇവിടെ നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണകൾക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം 3 പ്രാവശ്യം നീട്ടുകൊള്ളണം. കൃപ നിറയും മശിഹ ഹൃദയം നൽകി നവരയം സ്വർഗേ ശ്രുതികളിലാരാമം അയ്യം വെളിവായി ഹൃദയഗമേ നാഥ നൽകണമോ ശ്വാസം വീടതിലളവില്ല ദേവടി നടന്നോളെ കബറതിലേക്കെന്ന് നവരന്മാർ നാഥ നൽകണമോ ശ്വാസം ഹാവ ചെയ്തപ്പോൾ മാനവവംശത്തിൽ മൃതി പോകി നാഥ നൽകണമോ ശ്വാസം ഉയരുള്ളോരൊപ്പം മന്ദിരമതിൽ വാണോ മൃതരോട് കബറാർന്ന പുനരുദ്ധാനമിവൾ കഴകേട പ്രാർത്ഥിപ്പിൻ പ്രിയരയൻ പേർക്കെല്ലായ്പോ മെന്നയോർപ്പേ ഞാൻ മൃതിയാൽ പെട്ടേനേ പാപത്തെയോ തഞ്ചുന്നേ ഈ പ്രാർത്ഥനയാൽ ഞാൻ നേടും പിൻകോഴി സംരക്ഷ ബാറുഖുമാരൂഹകദേശ പുണ്യം ചെയ്താസി ശ്ലോമോനൽ ഗാനം നീടും നേരന്മാർ പരദീസായി നിർമ്മലമം നിന്നാത്മത്തെ പുകയ്ക്കും സന്തോഷിക്കും ധാർമ്മികരോ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരിപ്പോൾ അന്ത്യചുംബനം കൊടുക്കുവാനുള്ള സമയമാണ്. ആരും തിക്കും തിരക്കും ഉണ്ടാക്കാതെ സാവധാനം വന്ന് അന്ത്യചുംബനം നൽകി മകളെ യാത്ര അയക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. കൃപ
കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്നവർ എന്നോട് പറഞ്ഞു.
പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. മെനക്കുൻ ഹാബീബായ് സാലവാലായ് കാലുകളിൽ നിന്റെ വാതിലുകൾ നിൽക്കുന്നു. മൃതരായോ കൊയിരേകുമ്പോൾ മെഴിവെളിവാക്ക വിസ്മയമേ, കോട്ടയാൽ പുറപ്പെട്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ യെരൂശലേം ഇതാ പണിയപ്പെട്ടിരിക്കുന്നു. നൽകി സ്ലോമോട്ട് പോവേ ഇനി എന്നേക്കും സ്ലോമോയിതു തന്നെ. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേൽ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. കഷ്ടം സാത്താനേ കഷ്ടം, നിങ്ങളുടെ ഭരണം മശിഹാമായി. അവിടെ ന്യായാസനങ്ങൾ ദാവീദരത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. ജീവധനേ ഈശോ രാജാവേ, മൃതൃ കൈയിൽ ജീവൻ തിരുവേഷ്ടവന്റെ വസനം അന്വേഷിപ്പിൻ. നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തലകളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തി ഉണ്ടാകട്ടെ. ഗോത്രം മൃതരെ ജീവിപ്പിപ്പോലെ മൃതൃക്കൈയിൽ ജീവൻ തരുവേ. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മകളെ അന്വേഷിക്കും. സഭയും സുതരും പിതൃസുതരോഹായേ സ്തുതിഗീതത്തോടൊത്തു വണങ്ങിടും. ഇപ്പോൾ മൃതശരീരത്തിൻ്റെ മുഖം മൂടുകയും തൈലമൊഴിക്കുകയും മണ്ണിടുകയും ചെയ്യുന്നതാണെന്ന് കാര്യം അറിയാം. തിരുമേനി പറ്റി താത്തണോ? തൻ്റെ ദിവ്യകൽപ്പനയാലും കർത്തൃത്വപ്രകാരം ഈ ദാസിയെ താൽക്കാലികമായ ജീവിതത്തിൽ യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്നും സ്വർഗീയ സേനകളുടെ സഹായം ഇവൾക്ക് നീ അയച്ചു കൊടുക്കണമേ. ഇവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്നതായ തൈലമുഖാന്തരം ആയാറെ പതിരുന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുള്ള ആനന്ദത്തിലേക്ക് ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധഹായിക്കും സ്തുതിസ്തോത്രം പാടുകയും ചെയ്യണമേ. ബാർക്കുമാർ പ്രയാത്നങ്ങളുടെ വിശ്രമത്തിനും യുദ്ധങ്ങളുടെ സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുള്ള ആനന്ദത്തിനും പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധഹായുടെ നാമത്തിൽ നിത്യജീവനായ തൈലം ഒഴിക്കപ്പെടുന്നു. ബാർക്കുമാർ ഭസ്മദ ഇപ്പോൾ മൃതശരീരത്തിൽ മണ്ണിടുന്നു. നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന അരുളി ചെയ്ത പ്രകാരം കർത്താവേ, തിരുവിഷ്ടം ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ഇപ്പോൾ മൃതശരീരം കല്ലറയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ മൃതശരീരം സെമിട്രിയിലേക്ക് കൊണ്ടുപോകുകയാണ്. ശ്രദ്ധിക്കുക, സെമിട്രിയിൽ വളരെ
കുറച്ച് മാത്രമേ സ്ഥലമുള്ളൂ. അടുത്ത ബന്ധുക്കൾ മാത്രം ആദ്യം സെമിട്രിയിലേക്ക് കയറിയാൽ മതി. പിന്നീട് എല്ലാവർക്കും മണ്ണിട്ട് കൈമാറ്റുന്നതിനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സെമിട്രിയിൽ അധികം സ്ഥലമില്ലാത്തത് കൊണ്ട് വളരെ അടുത്ത ബന്ധുമിത്രാദികൾ വളരെ ബന്ധപ്പെട്ട ആളുകൾ മാത്രം സെമിട്രിയിലേക്ക് ആദ്യം കടന്നു പോയാൽ മതി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്താലും ദൈവത്തിൻ്റെ സ്തുതി. അവിയുന്ന പിതാവേ, ബഹുമാന്യരായ വൈദിക സൃഷ്ടരെ, സമാസന്മാരെ, കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവര്, ഈ വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖത്തിൻ്റെ അനുഭവമാണ്. ലോകം മുഴുവനും ഇതിൽ സംബന്ധിച്ച് ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന് അനുശോചനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ മോറാൻമോർ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ ബാവ തിരുമനസ്സുകൊണ്ട് വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ബലഹീനായ എന്നെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും കുടുംബത്തോട് ആശ്വാസം അറിയിക്കുകയും അനുശോചനം അറിയിക്കുകയും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രേഷ്ഠ ബാവ തിരുമേനിയും അറിഞ്ഞ അവസരത്തിൽ തന്നെ അനുശോചനം വിളിച്ച് അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സഭയിലെ എല്ലാ മിത്രാപോലിത്തന്മാരും ഈ മലങ്കരയിലില്ലെങ്കിലും അവർ ലെബനോനിൽ മിത്രാഭിഷേക ശുശ്രൂഷയിലായിരിക്കുന്നുവെങ്കിലും അവരുടെ സന്ദേശങ്ങളൊക്കെയും നൽകുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ സഭയുടെ മെത്രോപൊളിറ്റൻ ട്രസ്റ്റിയും കാതോലിക്ക അസിസ്റ്റന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും അദ്ദേഹത്തിൻ്റെ അനുശോചനം, പരിശുദ്ധ സഭയുടെ അനുശോചനമൊക്കെയും വിളിച്ച് അറിയിക്കുകയും ചെയ്തു. കുടുംബത്തോടുള്ള സ്നേഹത്തെയും ഒക്കെയും ഓർക്കുകയും ഈ പൈതലിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം മാലാഖയായി വസിക്കുമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തിയത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്ന അഭിനന്ദനായ മാത്യൂസ് മാർ എഫ്രേം തിരുമേനി വളരെ ദൂരെ യാത്ര ചെയ്ത് ഇവിടെ വന്നു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ, ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അന്നേരമേ വരണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ ഇന്ന് ഇവിടെ എത്തിച്ചേരുവാനും മനസ്സ് കാണിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത അഭിനന്ദ പിതാവിനോടും സഭയിലെ പരിശുദ്ധ മാതൃകീസ് ബാവ, കാതോലിക്ക ബാവ, അഭിനന്ദ പിതാക്കന്മാരെല്ലാവരോടുമുള്ളതായ നന്ദിയും അഭിനന്ദ പിതാവിനോടുള്ളതായ നന്ദിയും ഈ അവസരത്തിൽ അവിടുത്തെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ സഭയിലെ ബഹുമാനപ്പെട്ട വൈദികരൊക്കെയും ഇവിടെ കടന്നു വന്നു കുടുംബത്തോടുള്ളതായ സ്നേഹത്തെയും സന്തോഷത്തെയും ഒക്കെയും ഇവിടെ പങ്കുവെച്ചു. ഈ മകളുടെ വേർപാട് എല്ലാ ആൾക്കാർക്കും വലിയൊരു ദുഃഖത്തിൻ്റെ അനുഭവമാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ, എത്തിച്ചേരുവാൻ ദൈവമോടൊന്ന് അനുഗ്രഹിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ മാലാഖമാരോടൊപ്പം ഈ പൈതലും മാലാഖയായി അവിടെ കാണുവാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഹൃദയമായിട്ട് ഈ അവസരം നന്ദിയോടെ ഓർക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ സാമുദായിക, അതുപോലെ ഇതര മതസ്ഥരും ഇതര സഭയിലെ വ്യക്തികളും ഒക്കെയും പ്രമുഖരുമൊക്കെയും കടന്നു വന്ന് ആശ്വസിപ്പിച്ചു. എല്ലാവരോടുമുള്ളതായ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇടവകയെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഇരുന്ന് ആവശ്യമായ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ, ട്രസ്റ്റി സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ഭക്തസംഘടന ഭാരവാഹികളും അംഗങ്ങളുമൊക്കെയും ഈ കുടുംബത്തോട് എത്രമാത്രം സ്നേഹത്തോടു കൂടെ ആയിരിക്കുന്നവർ, അവരുടെ എല്ലാ സഹകരണവും അയൽവാസികളുടെയും ദൂരത്തു നിന്നൊക്കെ വന്നിട്ടുള്ള എല്ലാവരും, എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.
ആർദ്രതയാൽ നാഥാദേവ ദാസിക്ക് ഗണമേ പുണ്യം നീൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വിളി നേട്ടത്തെ നേട്ടക്കാർക്കും വീടിന വാഴോർക്കട്ടെ ദേശായൻ മാർഗത്തിൽ കൂടായി നിന്നിടേണ ഓർക്കന്നെ മഷിഹാമന്ന നീ ഘോഷ വന്നിടുമ്പോൾ ഈ ആത്മാവിനാശ്വാസ ധർമ്മിഷ്ഠന്മാർക്കൊന്നു ആർദ്രതയാൽ നാഥാദേവ ദാസിക്ക് ഗണമേ പുണ്യം നീ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ ബലമായി നിങ്ങൾ സ്വർഗീയമാരാകമാർ ശ്രദ്ധിക്കുന്ന പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങൾ തന്നെ സ്തുതിച്ച് പറയുന്നു. എല്ലാ കാലവും എല്ലാ സമയത്തും വിവരങ്ങളും ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പ് മനുഷ്യ മക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം ഞങ്ങൾ കയറേറ്റുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവേ, നിന്നെയും യേശുമിശിഹായ ഏകപുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവേ, പരിശുദ്ധ റൂഹായോടുകൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലുപ്പത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്നതിനും വൈശ്വനുമായ ദൈവത്തിന് കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പിതാവിന്റെ വലത് ഭാഗത്തുമായിരിക്കുന്നതിനുമായുള്ള ഞങ്ങളുടെ അപേക്ഷ കൊണ്ട് ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധരുമായോട് യേശുമിശിഹായ നീ മാത്രം പിതാവായ ദൈവത്തിന് വചനമായി കർത്തവ്യമുള്ളവനുമാകുന്നു. ആമേൻ. എല്ലാ കാലത്തും ഞങ്ങൾ ജീവിതങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തുകയും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ എന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ശുദ്ധ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമത്തുള്ളതും നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകും. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ നിനക്ക് ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധരുമായിരിക്കും ചേർച്ചയാകുന്നു. അതിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾ പാപികളെ ഏറ്റു പറയുന്നു, ഞങ്ങളോട് ഉണ്ടാകണമേ. എന്റെ ഭരണത്താൽ ഞങ്ങളുടെ ഭരണം ആഞ്ഞു പോകുവാനായിട്ട് എന്റെ സ്നേഹന്റെ സ്ഥാനം ഞങ്ങൾ കയറിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഭരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഭരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണയണമേ. ഞങ്ങളുടെ ഹൃദാവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഭാവികളാരുടെ ആരോട് കരുണയുന്ന മഷിയ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഒരു ശ്രുതത്തെ പോലെ മുമ്പിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകവും പിതാവിന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരം നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദേവമാതാവായ വിശുദ്ധ കന്യകമറിയാമെന്നും ശരീരമായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷിയിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം
സമയത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ അടുത്തുപാതിരിക്കുന്നതിനും ജീവനുള്ളവരെ മരിച്ചുപോയവരെ വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നതിനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹാ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്നേഹന്മാരും സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറുമായാലും കാതോലിക സ്നേഹിയുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലും മാമോദീസ ഒരിക്കൽ മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരും ഒരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർ. ഇന്ന് ഈ ഭവനത്തിൽ വെച്ച് കൃത്യം 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നാളെ രാവിലെ 6:45 പ്രഭാത പ്രാർത്ഥനയും 7:15 പരിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. എല്ലാവരും ദുഃഖത്തിലും വിലാപത്തിലുമായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കടന്നു വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ശവസംസ്കാരത്തിന് ശേഷം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ബന്ധപ്പെട്ട ഭവനത്തിൽ നിന്ന് ചായ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും ഭാഗവാക്കാകണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളും. കബറിൽ പോകിടുമതിവേ ചെയ്യും വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാ ചേരും ചിതറിയൊരെല്ലകിലും നേടും തേജസാത്മാ ഉടതനുവും നാശം കൂടാ ദുയരേൽക്കും സ്തുത്യൻ മാർത്താമറിയാം തൻ സോദരനാകും ലാവോ സർച്ചിഞ്ഞാൽ ദീവൻ കൽപ്പിച്ചോ നീ ചെന്നപ്പോൾ യായിരോ
ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെ
എല്ലാവരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലെ ഭൗമിക ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ആരാധനയുമായി കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്റെ ദൈവത്തിന്റെ ധർമ്മയിൽ നിന്നേക്ക് രണ്ട് ലോകങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. മാറത്തുമോ
കപ്പ്